അതിഥികൾ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ അലിഫ് സ്കൂളിൻ്റെ മക്കളായ പ്രിയ വിദ്യാർത്ഥികൾ 6 പേർ പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് പഠനം പൂർത്തീകരിക്കുന്ന അസുലഭമായ നിമിഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം എല്ലാ രക്ഷകർത്താക്കളും കൃത്യം രാവിലെ വളരെ നേരത്തെ വളരെ ആഗ്രഹത്തോടുകൂടി ആവേശത്തോടുകൂടി സ്കൂളിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തുകയുണ്ടായി. നാം രാവിലെ മുതൽ ഇവിടെ പല പരിപാടികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളെ തട്ടിയുണർത്തുന്ന, നമ്മുടെ വൈകാരികതകൾക്ക് ഉത്തരം നൽകുന്ന, നമുക്ക് ആത്മീയാനുഭൂതി നൽകിക്കൊണ്ടിരിക്കുന്ന പല പരിപാടികളും ഇവിടെ കഴിഞ്ഞുപോയി. ഏതാണ്ട് നമ്മളുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഒരു വേദി പോലെ, ഇവിടെ നടന്ന നാടകങ്ങൾ പോലെ, ഇവിടെ നടന്ന പാട്ടുകൾ പോലെ ആസ്വാദനത്തിൻ്റെയും വേദനകളുടെയും യാതനകളുടെയും കഥ പറയുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ മാറിമറിയുകയാണ്. ഈ ഭൗതിക ജീവിതം മാത്രം ലക്ഷ്യമാക്കി ഇന്നത്തെ സമുദായം മുന്നോട്ട് പോകുമ്പോൾ കാലിക പ്രസക്തമായ വൈജ്ഞാനിക മേഖലയിലേക്ക്, ദീനീ വിജ്ഞാന മേഖലയിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന അലിഫ് സ്കൂളിൻ്റെ മഹത്തായ ഖുർആൻ പഠനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് പഠിച്ച് ഹിഫ്ള് പൂർത്തീകരിച്ച നമ്മുടെ മക്കൾ, നമ്മുടെ എല്ലാമായ നമ്മുടെ മക്കൾ, അവൾ ഇത്രനാൾ കഷ്ടപ്പെട്ട, അവരുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട, അവരുടെ മനസ്സിൽ താലോലിച്ച, അവരുടെ മനസ്സുകളുടെ ഉള്ളറകളിൽ അവർ ഒളിപ്പിച്ച് വച്ചിരുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് അവസാനമതാ അവർ ആ സന്തോഷ നിമിഷത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ കബൂലാക്കുമാറാകട്ടെ. ഈ വേദിയിലിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും ഇൻഷാ അല്ലാഹ് നമ്മളുടെ മനസ്സിൽ നിയത്ത് ചെയ്യുക, നമ്മുടെ ഓരോ മക്കളെയും, നമ്മളുടെ ഓരോ സന്താനങ്ങളെയും, നമ്മളുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികളെയും ഇൻഷാ അല്ലാഹ് ഹാഫിളാക്കുമെന്നും ഹാഫിളത്താക്കുമെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നും ഈ വേദി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു കാരണമാക്കട്ടെ എന്നും പ്രാർത്ഥനയോടെ അങ്ങനെ ഒരു നിയത്തിലായി ഇൻഷാ അല്ലാഹ് നാം ഈ വേദിയിൽ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കട്ടെ. നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഖുർആൻ ഒരു വഴിത്തിരിവാകട്ടെ. ഖുർആനിൻ്റെ ബർക്കത്തുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ടതുപോലെ വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഉ വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ബർക്കത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ കിതാബായ വിശുദ്ധമായ ഖുർആൻ, അത് പാരായണം ചെയ്യപ്പെടുന്ന സദസ്സ്, അത് പഠിച്ച മക്കൾ, അത് പ്രബോധനം ചെയ്യുന്ന പണ്ഡിത കേസരികൾ, അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മഹാവ്യക്തിത്വങ്ങൾ, അതനുസരിച്ച് പ്രബോധന വീതിയിൽ നക്ഷത്രതുല്യരായി ജീവിക്കുന്ന മഹത് വ്യക്തികളെല്ലാമുള്ള ഈ സുന്ദരമായ സദസ്സ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും, വെളിയിലുള്ള എല്ലാവരും വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സ് സ്വർഗത്തിലേക്കുള്ളൊരു വഴിത്തിരിവായി മാറട്ടെ. നമ്മളുടെ ഹൃദയങ്ങളിൽ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം വീശുന്ന ഒരു കാരണമായി ഈ സദസ്സ് മാറ്റുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മളിലുണ്ടാകട്ടെ. സുലഭ നിമിഷം, ഹിഫ്ള് ഖത്മുൽ ഖുർആൻ്റെ മഹനീയ മുഹൂർത്തം, ഹൃദയങ്ങൾക്ക് ആത്മീയാനുഭൂതി സമ്മാനിക്കുന്ന നിമിഷം, അലിഫിൻ്റെ 6 മക്കൾ പരിശുദ്ധ ഖുർആൻ
മനഃപ്പാഠം പൂർത്തീകരിക്കുന്ന പരിപാവനമായ സദസ്സിത ആരംഭിക്കുകയായി. ഈ മഹനീയ സദസ്സിനെ പരിശുദ്ധമായ ഖുർആൻ വജസ്സുകൾ കൊണ്ട് ഭക്തി നിർഭരമാക്കാൻ നമ്മുടെ പ്രിയ വിദ്യാർത്ഥി മുഹമ്മദ് ഹാഷിറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. الله نور السماوات والأرض. مثل نوره كمشكاة فيها مصباح. المصباح في زجاجة. الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار. نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. في بيوت أذن الله أن ترفع ويذكر فيها اسمه ويسبح له فيها بالغدو والآصال. صدق الله العظيم. ما شاء الله بارك الله تقبل الله نور الله قلوبنا بنور القرآن. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട മകൻ്റെ ഖിറാഅത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം ഹിഫ്ള് പൂർത്തീകരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2024-2025 അധ്യയന വർഷത്തിൻ്റെ സായാഹ്ന വേളയിൽ നാം എത്തി നിൽക്കുമ്പോൾ നാളിതുവരെയുള്ള ഹിഫ്ളുൽ ഖുർആൻ അധ്യയന അഭിവൃദ്ധിയുടെ നാൾ വഴികൾ സരസസുന്ദര സരള മനോഹാരിത നിർഭരമായിരുന്നു. അലിഫ് സ്കൂൾ ഹിഫ്ള് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔന്നത്യ നേട്ടങ്ങൾ പ്രിയമുള്ളവരെ ഇതാ നിങ്ങളുടെ മുന്നിൽ വിവരിക്കപ്പെടുകയാണ്. അതിൻ്റെ ദൃശ്യ പ്രദർശനത്തിൻ്റെ തിരശ്ശീല ഇതാ ഉയരുകയാണ്. എല്ലാവരും സാഗൂതം വീക്ഷിക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അറിവിന്റെ അക്ഷരഖനികൾ ആത്മസംസ്കരണത്തിന്റെ ആത്മാവാണ്. ഇഖ്റഇന്റെ മന്ത്രധ്വനികൾ സൂചനാത്മകമായി മാലോകരോട് വിളിച്ചു പറയുന്നതും അറിവുള്ളവരാകും, എന്നാൽ ജീവനുള്ള മനുഷ്യനാകാം എന്നാണ്. അറിവിന്റെ ആദ്യാക്ഷരം അലിഫാണെങ്കിൽ അറിവും അദബും സമന്വയിപ്പിച്ചുകൊണ്ട് പൊതുജന സമക്ഷം 2015 തുടക്കം കുറിച്ച മഹനീയ കലാലയമാണ് അലിഫ്. ദീനില്ലായ്മയുടെ മലീമസമായ അന്തരീക്ഷത്തിൽ സ്വന്തം പിഞ്ചോമനകളുടെ ഭാവിയോർത്ത് വ്യസനിക്കുന്ന ഒരു പിതാവിന്റെ ഹൃദയ നൊമ്പരങ്ങൾക്ക് തളിരിട്ടുകൊണ്ട് പടച്ച തമ്പുരാന്റെ അത്ഭുത ഇടപെടലാണ് അലിഫ് സ്കൂൾ. തന്റെ മക്കൾക്ക് പൂർണ്ണമായും ദീനീ അന്തരീക്ഷത്തിൽ ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ഭൗതിക വിദ്യാഭ്യാസം നേടിക്കൊടുക്കാനും ആരുടെ മുന്നിലും പതറാത്ത തളരാത്ത ആത്മവിശ്വാസത്തോടുകൂടി പരിശുദ്ധ ദീനിന്റെ ഉൾക്കാമ്പുകൾ അറിഞ്ഞു വളരുവാനും എന്താണ് മാർഗം? എവിടെയാണ് ഇതിനൊരു പരിഹാരം?
അതിനുവേണ്ടി ചെയ്ത യാത്രകൾക്കും ചിന്തകൾക്കുമൊടുവിൽ ഉമ്മത്തിന്റെ കാമ്പറിഞ്ഞ ഉലമാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ പ്രതിഫലനമാണ് അലിഫ് സ്കൂൾ. ഖുർആനിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നവതലമുറയ്ക്കായി സ്വപ്നം കണ്ട് തുടക്കം കുറിച്ച അലിഫ് ഒരു പതിറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ 26 ആൺ പെൺ തലമുറയെയാണ് ഈ ലോകത്തിന് സമ്മാനിച്ചത്. അൽഹംദുലില്ലാഹ്. ഭാഷാ വൈവിധ്യം കൊണ്ടും ഉന്നത മൂല്യങ്ങൾ കൊണ്ടും ആധുനികതയുടെ നാഡീമിടിപ്പ് തങ്ങളുടെ പഠന മികവിലൂടെ സ്വായത്തമാക്കിയ അലിഫിന്റെ പൊന്നോമന മക്കൾ, അതിൽ തന്നെ ദൗറത്തുൽ ഹിഫ്ൾ ഒറ്റ ഇരുത്തത്തിൽ ഓതിത്തീർത്ത ദിശനാശാലികൾ, അലീഫ കോഴ്സ് എന്ന ബൃഹത്തായ സിലബസിൽ ഭൗതികതയുടെ അതിപ്രസരത്തിൽ ആഴ്ന്നുപോകാത്ത ഒരു നവതലമുറയ്ക്ക് തുടക്കം കുറിച്ച അൽ അലീഫ ബിരുദധാരികൾ. പ്രവാചക പ്രഭുവിന്റെ ഭാഷയും ലോക ഭാഷാക്രമത്തിൽ മുൻപന്തിയിലുള്ളതുമായ അറബി ഭാഷയുടെ പ്രാധാന്യം ചെറുപ്രായത്തിൽ തന്നെ കുരുന്നു ഹൃദയങ്ങളിൽ പാകണമെന്ന വീക്ഷണത്തിൽ നവീനവും ശ്രദ്ധേയമായതും തെന്നിന്ത്യൻ ഉലമാ മഹത്തുക്കൾ നേതൃത്വം നൽകുന്നതുമായ അൽ ഉസ്വ എന്ന മഹത്തായ സിലബസ് 2024 മുതൽ അലിഫ് ക്യാമ്പസിൽ നൽകി വരുന്നു. സ്പോക്കൺ അറബിയും ഖുർആൻ നാളറയും ഹദീസ് ഷെരീഫും അറബി ഭാഷയുടെ സത്തയിൽ തന്നെ പകർന്നു നൽകി വരുന്നു. ജീവിതത്തിന്റെ മനോഹാരിത നമ്മുടെ സന്താനങ്ങളാണ്. ജീവിത ദൗർഭാഗ്യത്തിന്റെ ദുരന്തങ്ങളും അവരാണ്. ധാർമ്മിക ബോധവും മതമൂല്യങ്ങളും സാമൂഹിക ബോധവും സമന്വയിപ്പിച്ച തലമുറകൾക്ക് നവലോകക്രമത്തിന്റെ ഭാസുരത നുകരാൻ കഴിയും. ലഹരി നുരയുന്ന ക്യാമ്പസുകൾ മാതാവിനെയും അധ്യാപകരെയും കൂടപ്പിറപ്പുകളെയും ക്രൂരമായി കൊലപ്പെടുത്തുന്ന യുവതലമുറയ്ക്ക് ജന്മം നൽകുമ്പോൾ മാതാവാര്, പിതാവാര്, അമൂല്യനിധികളായ അധ്യാപകരാര് എന്ന ദിശാബോധവും സാമൂഹിക സംസ്കാരവും ദൈവിക ബോധനവും കൃത്യവും ലളിതവുമായ പാഠ്യപദ്ധതികളിലൂടെയും ആത്മീയ സൗഹൃദ വലയത്തിലൂടെയുമുള്ള പുതുതലമുറയെ അലിഫ് സ്കൂൾ ജന്മം നൽകുന്നു. CBSE പാഠ്യപദ്ധതിയോടൊപ്പം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും 2024 CBSE SSLC പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹാഫിളുകളായ അലിഫിൻ കുരുന്നുകളെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പ്രീ KG മുതൽ 2ാം ക്ലാസ് വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം അൽ ഉസ്വ കോഴ്സും നൽകപ്പെടുന്നു. 3ാം ക്ലാസ് മുതൽ ഹിഫ്ലുൽ ഖുർആൻ, നാളിറ ഖുർആൻ സെക്ഷനോടൊപ്പം ദീനിയാത്ത് കിതാബുകളും പഠിപ്പിക്കപ്പെടുന്നു. 6ാം ക്ലാസ് മുതൽ ഖുർആൻ പഠനത്തോടൊപ്പം ഹദീസ്, അഖായിദ്, സീറത്ത്, അറബി ഭാഷ എന്നീ വിഷയങ്ങൾ ഉൾക്കൊണ്ടതായ അലീഫ കോഴ്സും നൽകപ്പെടുന്നു. അർപ്പണബോധവും അശ്രാന്ത പരിശ്രമവും നിസ്വാർത്ഥ സേവകരുമായ അലിഫിന്റെ കർമ്മഭടന്മാരായ അഭിവന്ദ്യ ഉലമാക്കൾ, ടീച്ചേഴ്സ്, സേവന സന്നദ്ധരായ അഡ്മിനിസ്ട്രേഷൻ ബോർഡ്, കെയർ ടേക്കേഴ്സ്, ബഹുമാന്യ രക്ഷിതാക്കൾ, ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന അലിഫിന്റെ ഉയർച്ചയിൽ താങ്ങും തണലും കരുത്തുമായി നിന്നവർ പ്രാർത്ഥനയോടെ, നന്ദിയോടെ, സ്നേഹത്തിൽ ചാലിച്ച 1000 പൂച്ചെണ്ടുകൾ സമർപ്പിക്കുകയാണ്. ഓർക്കുക, വിജ്ഞാനം അമൂല്യമാണ്, നിധിയാണ്. നാം തേടിക്കണ്ടെത്തുക. അലിഫിന്റെ വാതായനം നിങ്ങൾക്കായി മലർക്ക തുറന്നിരിക്കുന്നു. ചേർത്തു വയ്ക്കുക. സംസ്കാര സമ്പന്നരായ തലമുറയ്ക്കായി വിലയേറിയ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മാനേജ്മെൻറ്റിനെ കബൂലാക്കുമാറാകട്ടെ. എല്ലാ വിദ്യാർത്ഥികളെയും, ഉസ്താദുമാരെയും, ടീച്ചേഴ്സിനെയും, മാതാപിതാക്കളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം എത്ര ഭാഗ്യവാന്മാർ! പ്രവാചക വചനങ്ങളിൽ വിടർന്ന ആത്മീയ നിർവൃതി പൂവണിഞ്ഞ പുണ്യമായ സദസ്സ്. പ്രവാചക പ്രഭു അരുൾ ചെയ്തു, 2 കൂട്ടരോടല്ലാതെ അസൂയ പാടില്ല. റബ്ബ് ഖുർആനിക അറിവ് നൽകിയ കൂട്ടർ, ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സമ്പത്ത് നൽകിയ മറ്റൊരു കൂട്ടർ. പ്രത്യുത 2 വിഭാഗക്കാരിൽ ഉൾപ്പെട്ട മഹനീയ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികൾ. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. ചെന്നൈയിലെ വിദ്യാഭ്യാസ സാമൂഹിക സേവന രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന എലൈറ്റ് ഗ്ലോബൽ സ്കൂൾ സ്ഥാപകനും
ഇബ്നു സീന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡൻറ്റുമായ ജനാബ് ഷിബിൻ സാർ, ഇസ്ലാമിക പ്രബോധന സരണിയിലെ കഴിവുറ്റ പണ്ഡിതൻ അൽ ഹാഫിൽ അമീനുദ്ദീൻ അമാനി അൽ ബാഖവി അവറുകൾ, മത അധ്യാപന വിദ്യാഭ്യാസ വീതിയിൽ അതുല്യമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ദീനീ സേവകൻ അൽ ഹാഫിൽ ഉബൈദുള്ള മനാരി അൽ ഖാസിമി അവറുകൾ, ദീനീ ദഅ്വ രംഗത്ത് ത്യാഗോജ്ജലമായ പരിശ്രമങ്ങളിലൂടെ സമുദായത്തിന് സ്പന്ദനം തൊട്ടറിഞ്ഞ ദാഇ അൽ ഹാഫിൽ നൗഫൽ മൗലവി അൽ ഹസനി അവറുകളെ ഈ വീതിയിലേക്ക് സ്നേഹപൂർവം വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അധാർമികതയുടെ അന്ധകാരങ്ങളിൽ നിന്ന് ധാർമ്മികതയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് മോചിപ്പിക്കുന്ന വിളക്കാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ഖത്മിൻ്റെ പവിത്രത തളം കെട്ടി നിൽക്കുന്ന ഈ സദസ്സിൽ സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നതിനായി അലിഫ് ഹിഫ്ള് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ, സമൂഹത്തിന് ആത്മീയ ദിശാബോധം നൽകിയ സയ്യിദ് കുടുംബാംഗം അസ്-സയ്യിദ് അൽ ഹാഫിൽ സുഹൈബ് ബാഫഖി അൽ ഖാസിമി അവറുകളെ ആദര പുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ സദസ്സിലെ വിശിഷ്ടാദികൾ, ഉലമാ മഹത്തുക്കൾ, ബഹുമാനപ്പെട്ട ഉമറാക്കൾ, വേദിയിലും സദസ്സിലുമായി നിറഞ്ഞിരിക്കുന്ന ധാരാളം ഹാഫിളീങ്ങൾ, ഉലമാക്കൾ, ദിനിൻ്റെ പരിശ്രമത്തിൽ അഹോരാത്രം പരിശ്രമിക്കുന്ന ദായികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ ഞാൻ ഒരുപാട് സംസാരത്തിലേക്ക് പോകുന്നില്ല. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വളരെ വിലയേറിയ നസീഹത്തുകൾ നമുക്കിവിടെ കേൾക്കാനുണ്ട്. അവരിലേക്ക് എൻ്റെ സമയം ഞാൻ മാറ്റിവെക്കുകയാണ്. എങ്കിലും ഈ ഒരു സദസ്സിൻ്റെ മഹത്വം ഒറ്റ വാക്കിലൊന്ന് പരാമർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രവേശിക്കാം. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമന്മാരാകുകയില്ല. മനുഷ്യനെ വേർതിരിക്കുന്നത് അറിവാണ്. മനുഷ്യരെ മറ്റ് സൃഷ്ടികളിൽ നിന്നും വേർതിരിക്കുന്നത് യഥാർത്ഥ അറിവ് സിദ്ധിക്കുമ്പോൾ മാത്രമാണ്. യഥാർത്ഥ അറിവ് സിദ്ധിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുന്നത്, മാനവികത അവനിക്കുണ്ടാകുന്നത്, സഹജീവികളോടുള്ള കടമകൾ അവനിക്ക് മനസ്സിലാകുന്നത്. പരിശുദ്ധ ഖുർആൻ അറിവുള്ളവരായ മനുഷ്യരാകാൻ വേണ്ടി, ജനതയാകാൻ വേണ്ടി ധാരാളം പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഖുർആനിൻ്റെ ആദ്യത്തെ വചനം തന്നെ ഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിച്ച് പഠിക്കാനാണ്, വായിക്കാനാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്ഥാപനം 10 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ 26 ഹാഫിളീങ്ങളെ അൽഹംദുലില്ലാഹ് ഈ അലിഫ് സ്കൂള് ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്തു. പരിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയവരാണ് അവർ. പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി കണ്ട് പഠിച്ചു, അതിനുശേഷം കാണാതെ പഠിച്ചു. ആ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് ഒരു തലമുറയെ അലിഫ് സ്കൂൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുഷ്പങ്ങളാണ് 26 ഹാഫിളീങ്ങൾ, ഹാഫിളത്തുകൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശ്രമങ്ങളെയൊക്കെ അള്ളാഹു പൂർണ്ണമായും കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രചോദനവും നമ്മുടെ നിസ്വാർത്ഥമായ സഹായവുമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കെട്ട കാലഘട്ടമെന്ന് പറയും, എന്നാൽ ഈ കാലഘട്ടത്തിൽ തൻ്റെ സഹോദരനെ, സഹോദരിയെ, തൻ്റെ മാതാവിനെ മനസ്സിലാക്കാത്ത ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്ന സാഹചര്യങ്ങളാണ് കലാലയ വേദികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി അലിഫ് സ്കൂൾ നമുക്ക് നൽകുന്ന സംഭാവന, ഉമ്മയുടെ വില എന്താണ്, വാപ്പയുടെ വില എന്താണ്, സഹോദരൻ്റെ സഹോദരിയുടെ വില എന്താണ്, സ്ഥാനം എന്താണ്, തൻ്റെ അധ്യാപകൻ്റെ അധ്യാപകരുടെ വില എന്താണ്, സ്ഥാനം എന്താണ്, മനുഷ്യന് കൊടുക്കേണ്ട മൂല്യങ്ങൾ എന്താണ്, സഹജീവികളോട്, അള്ളാഹുവിൻ്റെ മറ്റ് സൃഷ്ടികളോട് ഏത് നിലയിൽ വർത്തിക്കണമെന്ന വിശാലമായ സന്ദേശമാണ് നമ്മുടെ അലിഫ് സ്കൂൾ ഈ തലമുറകൾക്ക് നൽകി ഈ തലമുറയെ വാർത്തെടുക്കാനുള്ള പരിശ്രമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അറിവുള്ളവരാവുക, പഠിക്കുക, നമ്മളെ മക്കളെ യഥാർത്ഥ പഠിതാക്കളാക്കി മാറ്റുക. യഥാർത്ഥ ഇൽമിൻ്റെ അറിവിൻ്റെ മേഖലയിലേക്ക് നമ്മളെ മക്കളെ നാം കൈപിടിച്ച് നടത്തുക. തീർച്ചയായിട്ടും നമ്മുടെ അവശതയുടെ കാലഘട്ടത്തിൽ, നമ്മുടെ മരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ, ജീവിതത്തിൽ ഈ മക്കൾ നമുക്ക് സഹായകരമായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിതാക്കളാക്കി നാം മാറ്റുക. ഏതെങ്കിലും പ്രായത്തിൽ ഒരിക്കലും ഈ ഖുർആൻ പഠനം നിന്നു പോകുന്നില്ല. അവസാന ശ്വാസം വരെയും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളായി നാം മാറുക എന്നുള്ളൊരു നീയത്തോടുകൂടി നമ്മുടെ ഈ മജ്ലിസിൽ നിന്ന് നാം പോകുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ 6 കുട്ടികൾ പരിശുദ്ധ ഖുർആൻ്റെ ഹിഫ്ളിൻ്റെ ഖത്മ് ചെയ്യുകയാണ്. അവർ ഖുർആൻ പഠിച്ച് കഴിഞ്ഞ് 2 ദിവസം മുമ്പ് നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട 2 പെൺമക്കൾ ഹാഫിളത്തായി. 6-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും മാക്സിമം പഠിക്കുന്ന കുട്ടികളാണിത്. അവരുടെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോവുകയില്ല. പൊതുവേ ഒരു സംസാരമാണല്ലോ, ദീൻ പഠിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, അള്ളാഹയെ പഠിക്കുമ്പോൾ, ഹബീബിനെ പഠിക്കുമ്പോൾ ദുനിയാവിൽ അവനിക്ക് യാതൊന്നും കിട്ടുകയില്ല എന്നുള്ളത്. ഒരിക്കലും പാഴാവുകയില്ല. ഞങ്ങളൊക്കെ അനുഭവസ്ഥരാണ്. അള്ളാഹ് നൽകുന്ന സമ്പത്തിൽ, അള്ളാഹ് നൽകുന്ന റിസ്ഖിൽ, അള്ളാഹ് നൽകുന്ന നമ്മുടെ ജീവിതോപാധികളിൽ വിശാലത നൽകുമെന്നുള്ളത് അനുഭവസ്ഥരാണ് നാം. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന, ഇൽമ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന മക്കൾ ഒരിക്കലും അള്ളാഹ് ദുനിയാവിൽ താഴ്ത്തുകയില്ല, ദുനിയാവിൽ ഉയർത്തും. ആഖിറത്തിൽ കാലാകാലം അവർക്ക് ധാരാളം പടവുകൾ താണ്ടി സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപൂർണമായ നമ്മുടെ സദസ്സിൽ ദുആയോടുകൂടി മാത്രം നമ്മുടെ സദസ്സ് പിരിയാവൂ. ആ ദുആ പരിശുദ്ധ ഖുർആൻ്റെ ഖത്മിൻ്റെ ദുആയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. ആ ദുആയോടുകൂടി മാത്രം നാം പിരിയാവൂ എന്നൊരു അപേക്ഷയും വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മഹനീയ സദസ്സിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വരികൾ കൊണ്ട് ധന്യമാക്കിയ ഇമ്പമാർന്ന സ്വരത്തിൽ നമുക്കിവിടെ പാരായണം ചെയ്ത അടുത്ത വർഷത്തെ ഹാഫിളും കൂടെയാണ്. ചെറിയ മകനാണ്, ബഹുമാനപ്പെട്ട അസ്ഹർ സാദിഖിൻ്റെ ഇളയ മകനാണ്. മൂത്ത മകൻ കഴിഞ്ഞ വർഷം, നമ്മുടെ 2 വർഷം മുമ്പ് ഇവിടുന്ന് ഹാഫിളായി പോയ മകനാണ്. അള്ളാഹു ആ കുടുംബത്തിനെ അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് ഹാഷിറിനെ എൻ്റെ പേരിലും അലിഫ് സ്കൂളിൻ്റെ പേരിലും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ മഹനീയ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഉദ്ഘാടകൻ അൽഹംദുലില്ലാഹ് നമ്മുടെ പരിപാടിക്ക് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചെന്നൈയിലെ ഇബ്നു സീന ബൈത്തുൽ മാൽ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. അതുപോലെ തന്നെ എലൈറ്റ് ഗ്ലോബൽ സ്കൂൾ ചെന്നൈയിലെ ഫൗണ്ടറുമായ ബഹുമാനപ്പെട്ട വൈ മുഹമ്മദ് ഷിബിൻ സാർ നേരത്തെ തന്നെ നമ്മുടെ പരിപാടിക്ക് എത്തിയിരുന്നു. വളരെ നേരത്തെ എത്തിയ ബഹുമാനപ്പെട്ട ഷിബിൻ സാറിന് എൻ്റെ പേരിലും അലിഫ് സ്കൂളിൻ്റെ പേരിലും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിശുദ്ധ മജ്ലിസിനെ അനുഗ്രഹ പ്രഭാഷണം കൊണ്ട് ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന കരമന മുസ്ലിം ജമാഅത്തിൻ്റെ ചീഫ് ഇമാമും ധാരാളം പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതുമായ യുവ പണ്ഡിതനാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണെങ്കിലും എൽമ കൊണ്ടും പ്രഭാഷണ മേഖല കൊണ്ടും അസൂയാർഹമായ നിലയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന യുവ പ്രഭാഷകനും കരമന മുസ്ലിം ജമാഅത്തിൻ്റെ അനിഷേധ്യനായ ചീഫ് ഇമാമുമായ അൽ ഹാഫിൽ അമീനുദ്ദീൻ അമാനി അൽ ബാക്കവി ഉസ്താദ് അവർകളെ എൻ്റെ പേരിലും അലിഫ് സ്കൂളിൻ്റെ പേരിലും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ അവനെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട 2 വിശിഷ്ടാതികൾ, നമുക്കെല്ലാവർക്കും അറിയാം, ഹിഫുളുമായി ബന്ധപ്പെട്ട പാരൻസിന് അധികവും അറിയാവുന്ന ഉസ്താദന്മാരാണ്. ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ ഉബൈദുള്ള മനാരി അൽ ഖാസിമി, ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ നൗഫൽ ഹസനി അൽ ഖാസിമി അവർകൾ. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അലിഫ് സ്കൂളിൻ്റെ ഹിഫ്ളിൻ്റെ സെക്ഷനിൽ ധാരാളം ഈ നിലയിൽ ഹിഫ്ള് എത്തിച്ചേരാൻ കാരണക്കാരായ മുൻഗാമികളായ 2 ഉസ്താദന്മാരാണ്. നമ്മുടെ അലിഫ് സ്കൂളിൻ്റെ ഹിഫ്ള് ഡയറി വളരെ ഭംഗിയായി എൻ്റെ പാരൻസിനും കുട്ടികൾക്കും അറിയാം. അത് കൈകാര്യം ചെയ്തത് കൃത്യമായി, അതിനെ നമുക്ക് സ്കൂളിന് കൃത്യമായ നിർദ്ദേശം നൽകി ആ ഒരു ഡയറിയെ കൃത്യമായ രീതിയിൽ നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ നൗഫൽ ഹസനി അൽ ഖാസിമി. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ഹിഫ്ളിൻ്റെ തഹ്ഫീദുൽ ഖുർആനിൻ്റെ
ആദ്യത്തെ കോർഡിനേറ്ററും ഹിഫ്ദുൽ ഖുർആനിൻ്റെ കാര്യത്തിന് വളരെ ശ്രദ്ധാപൂർവം നല്ല ഹാഫിളീങ്ങളാക്കി വാർത്തെടുക്കണമെന്ന വിശാല ചിന്ത കൊണ്ടും പരിശ്രമം കൊണ്ടും അൽഹംദുലില്ലാഹ് ഈ നിലയിൽ ഹിഫ്ദിലിൻ്റെ മുഴുവൻ മേഖലയ്ക്കും നല്ലൊരു കാഴ്ച വെച്ച് നല്ല രീതിയിൽ അതിനെ നല്ല മേഖലയിലേക്ക് വാർത്തെടുക്കാൻ കാരണക്കാരായ നമ്മുടെ ഇഖ്റ ഇസ്ലാമിക് അക്കാഡമിയുടെ അനിഷേധ്യനായ പ്രിൻസിപ്പൽ എന്ന് തന്നെ പറയണം. ആ സ്ഥാപനം കാണുന്നവർക്ക് അറിയാൻ സാധിക്കും. അൽഹംദുലില്ലാഹ് ആ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ പ്രിൻസിപ്പളുമായ പ്രിയപ്പെട്ട സുഹൃത്ത് ഹാഫിൽ ഉബൈദുല്ലാ മനാരി അൽ ഖാസിമി അവർകളെയും എൻ്റെ പേരിലും ഈ അലിഫ് സ്കൂളിൻ്റെ പേരിലും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇവിടുത്തെ മുഴുവൻ കുട്ടികൾക്കും അറിയാവുന്ന ഏറ്റവും കൂടുതൽ പരിചിതമായൊരു നാമമുണ്ട്, പേരുണ്ട്, ബഹുമാനപ്പെട്ട ബുഷ്ര മാം. നേരത്തെ ഇവിടെ തുടക്കത്തിൽ ഇവിടെ കുട്ടികൾക്ക് അതിൻ്റെ മൊമെൻറ്റോ നൽകി. അൽഹംദുലില്ലാഹ് ആ സമയം മുതൽ ഇതുവരെ നമ്മുടെ ഈ പരിപാടിക്ക് പൂർണ്ണമായിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ബുഷ്ര മാമിനെ എൻ്റെ പേരിലും ഈ സ്ഥാപന അലിഫ് സ്കൂളിൻ്റെ പേരിലും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഉലമാ മഹത്തുക്കൾ, മുഴുവൻ ഹുഫാളുകൾ, അവരുടെ പ്രിയപ്പെട്ട പാരൻസ്, വാപ്പമാരിവിടെ ഉണ്ട്, ഉമ്മമാരുണ്ട്. ധാരാളം കഷ്ടപ്പാടുകൾക്ക് അതീതമായി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് മക്കൾ ഇവിടെ ഖത്മ് ചെയ്യുന്നത്. അതിന് പൂർണ്ണമായും എല്ലാ ക്രെഡിറ്റും എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്ന പ്രിയപ്പെട്ട പാരൻസ്, ബഹുമാനപ്പെട്ട നിസാർ ഉസ്താദ് ഉൾപ്പെടെ, കല്ലാട്ടുമുക്ക് ചീഫ് ഇമാമാണ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം ആലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ദീനിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്ത് മുന്നേറുന്ന മഹത്തുക്കളുണ്ട് പാരൻസായിട്ട്. അവരെയൊക്കെ ഹൃദ്യമായി എൻ്റെ പേരിലും അലിഫ് സ്കൂളിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ഈ നിലയിൽ ഇത്ര വിശാലമായ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷം ഈ നിലയിലേക്ക് ആക്കിയെടുക്കാൻ കഷ്ടപ്പെട്ട ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സമയക്കുറവ് മുതൽ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനുണ്ട്, ഇതിൻ്റെ ടീച്ചേഴ്സുണ്ട്, കെയർടേക്കേഴ്സുണ്ട്, ബഹുമാനപ്പെട്ട ഉലമാ മഹത്തുക്കളുണ്ട്. ഇതിനുവേണ്ടി രാവും പകലും ഓടി നടന്ന് ചിന്തിച്ച, ഇതിനുവേണ്ടി സംസാരിച്ച, പരിശ്രമിച്ച എല്ലാവരെയും എൻ്റെ പേരിലും അലിഫ് സ്കൂളിൻ്റെ പേരിലും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരന്മാർക്കും ഈ ഒരു പരിപാടി നല്ല നിലയിൽ വിജയപൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കാരണക്കാരായ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക്, ഉമ്മമാർക്ക്, വാപ്പമാർക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, ഇവിടെ പരിപാടി നടത്തി ഇവിടെ പോയ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും എൻ്റെ പേരിലും അലിഫ് സ്കൂളിൻ്റെ പേരിലും ഹൃദ്യമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, തഖബ്ബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിൻ്റെ ഖിദ്മത്തുകളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കലവറയായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നമ്മയെല്ലാം സ്വാഗതം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉദവി നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് പൂർത്തീകരണം കൊണ്ട് പരിഭാവനമായ ഈ സദസ്സിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ചെന്നൈ എലൈറ്റ് ഗ്ലോബൽ സ്കൂൾ സ്ഥാപകനും ഇബ്നു സീന ബൈത്തുൽ മാൽ ട്രസ്റ്റ് പ്രസിഡൻറ്റും ടൈഗർ ഇൻഗ്രീഡിയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാനും വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകനുമായ ഷിബിൻ സാർ അവറുകളാണ്. Dear all, it's our great honor to welcome a visionary leader, a champion of education and a beacon of hope, Muhammad Shibin Sir, to inaugurate our Khatm Tahfidh al-Quran program. As the founder of Elite Global School Chennai, chairman of Tiger Food Ingredients Private Limited and president of Ibn Sina Baitul Mal Trust, we proudly welcome him to this blessed occasion and humbly seek his blessings and guidance for our students. Jazakumullah. Assalamu alaikum wa rahmatullahi wa barakatuhu. Alhamdulillahi rabbil alameen. Wassalatu wassalamu ala sayyidil mursaleen wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Alhamdulillah, it's a great honor to be in front of you all in this a momentous occasion, the annual day of Alif School, and in front of the ulamas, the chief guests, and the management of Alif Schools. MashaAllah, from the morning I'm here, and I was able to see a tremendous an effort
and a wonderful presentation done by our students of Alif, mashallah. Hands off to them, mashallah. And I can see a great effort of the teachers as well, because this would not be able to accomplish this without such an effort which would have been done by the teachers, and also each and every small action of the students, mashallah. It was well monitored, well guided, well practiced, and in fact the costumes as well, mashallah, all well, they have given a lot of effort, mashallah. Hands off to your teachers, mashallah. And also the management which has supported, mashallah. I could see a tremendous activities happening in the school. I was really astonished by seeing such a great occasion, mashallah, able to present several activities like sports, hifz, and even the other extracurricular activities which was done by the children, mashallah, in a very wonderful manner. And I'm really wonder how this is possible by a school, because as you think, this is not a simple thing to run an Islamic institution. Right now in this scenario, in this country, it's not a simple thing to run an Islamic institution. As we all know very well that what's happening around us. So apart from all this, I could see the parents, an appreciable parents in front of me, mashallah, who value the upbringing of their children. They wanted to shine their children, wanted the children to shine, mashallah, apart from all others, to the entire world, mashallah. They have to be like role models. So I appreciate your intentions for both the fathers and mothers present here, for your intention. Intention is not a simple thing, mashallah. It is what you're going to intend, as our beloved Prophet sallallahu alaihi wasallam said, innamal a'malu bin niyat. So it's what we are going to intend, inshallah, we are going to get. So I could see today is a day where we can see multiple children who are getting hafiz, mashallah, boys and girls. And I was told that around 26 children have become hafiz in the school, mashallah. That's a big, amazing effort. See, apart from all this, the parents' effort, it's nowhere can be neglected, because it is the intention and the motivation which should come from the parents first of all. If the parents doesn't have a motivation or an interest towards what their child have to become in their future, then the child will not know what they have to do. So behind the students, I can see only the parents, a very highly precious intention. Mashallah, this is the first step. This is only just a first step. The intention is just a first step of the parents. But apart from that, so how are we going to bring our children as a mu'min or a Muslim or a basic human being who should be good to their parents first, their relatives, their neighbors, their society, to the whole world. So how are we going to bring up these children? So alhamdulillah, Alif school is there. So you have joined your children here, alhamdulillah. So does it stop there, your intention and your effort or your support? Does it stop there? May know how many parents are there, mashallah. So are our students, are they refrained from mobile phones? Can we see, can the parents say, okay, our children are not addict to the mobile phones, they are not towards the mobile phones. Maybe, alhamdulillah, we can say that since they are in Alif, alhamdulillah, they are well managed and they don't have a chance to go anywhere out of their focus. So they have sports, after school activities, and then hifz. So they will not get any chance to go away from their focus. So they are well committed
Alhamdulillah. In that way, Alif, Alhamdulillah, I appreciate the management and all the teachers, ustads, mashallah, for their great effort to bring our children, because today that is a challenge for the parents. The parents are facing a big challenge because of the mobile phones. You know, the children get distracted a lot. They get addicted to mobile games and several other cartoons and all those things happening. Even some children are they are addicted to the extent that without seeing a mobile, they will not have food. They will not take food even without seeing a mobile. I have heard of parents saying that without knowing they are saying that, see, my child will not have food without showing a mobile, any video or something, YouTube shorts or reels, something like that. They didn't know that. See, as a parent, we are right now in a situation, in a scenario where we have to psychologically know about how to bring up our children. Because our parents did not face this challenge, but we are facing right now. All young parents here, I know that most of the young parents, mashallah, for the KG would have been here. So how is it we have to handle these children? So how are we connected? Without knowing, we have connected food to mobile phones. We all know that without food we cannot live. Without food, we cannot live. So the parents have connected mobile phones with food. So it unintentionally, in an unconscious mind, the child knows that, okay, without mobile phone I cannot eat. I will not take food. Indirectly, it is connecting. Without mobile phone, we cannot eat. The child cannot eat. So without seeing mobile phones, I cannot live. Directly connecting mobile phones to the life. See, in no ways this can help our children. Not even 0.1% it cannot help our children in any ways. Rather, it takes away all the talents built in them. Mashallah, we saw that how our children are, mashallah, talented in the sports, karate, taekwondo, and so many other sports. What is not there, I can say. So I was really astonished to see so many sports, mashallah, given. So anyone who's not interested in football, okay, can go for basketball. Mashallah, who's not interested in that can go for a karate, taekwondo, so many things around them, mashallah, to get committed to. So today, alhamdulillah, we are in a stage where, alhamdulillah, we have realized that our child's life is well planned when it was connected to Alif School, mashallah. I once again appreciate the Alif School, mashallah, and this is a program, mashallah, of the Khatamul Quran of Quran. Alhamdulillah, it's a great honor for me to be here for the Khatamul Quran. May Allah subhanahu wa ta'ala make all our children beneficial for the whole mankind. Inshallah, may Allah make them Hafil Quran, muftis, mashallah, the da'is of the community, inshallah. May Allah accomplish all our intentions, good intentions, by the duas which is going to be recited here. Jazakumullah khairan kasiran. Fiddarin, thank you for calling me. Alhamdulillah. Thanks for your speech. Thank you. മാഷാ അല്ലാഹ് തഖബ്ബലല്ലാഹു സഅയക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സാറിൻ്റെ നസീഹത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞത് ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ നമ്മളുടെ സന്താനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താനങ്ങളെ സൽസന്താനങ്ങളാക്കി മാറ്റട്ടെ. സാമൂഹിക വിദ്യാഭ്യാസ ദീനീ സേവന രംഗത്ത് അസൂയാർഹമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജനാബ് ഷിബിൻ സാറിനെ ആദരിക്കാനായി അലിഫ് സ്കൂൾ എന്ന വിഹായസിലെ ജ്വലിക്കുന്ന സൂര്യൻ ജനാബ് ഇംതിയാസ് സാർ അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവേറ്റുവാങ്ങുന്നതിനായി ബഹുവന്യനായ ഷിബിൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം എല്ലാവരും കാത്തിരുന്ന നിമിഷം, അലിഫിൻ്റെ മണൽത്തരികൾ കോൾമയിൽ കൊല്ലുന്ന നിമിഷം, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹൃദ്യസ്ഥമാക്കാൻ സൗഭാഗ്യം കിട്ടിയ പ്രിയമക്കൾ ഹിഫ്ളുൽ ഖുർആൻ പൂർത്തീകരിക്കുന്ന അസുലഭ നിമിഷം. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഹിഫ്ളുൽ ഖുർആൻ്റെ പൂർത്തീകരണ മജ്‌ലിസിലേക്ക് ലയിച്ചു ചേരാം. ആദ്യമായി
ഹിഫ്ദുൽ ഖുർആൻ്റെ പൂർത്തീകരണത്തിനായി കല്ലാട്ടുമുക്ക് ജുമുഅ മസ്ജിദ് ചീഫ് ഇമാം അൽ ഹാഫിൽ നിസാർ കാസിമി അവറുകളുടെ മകൻ അൽ ഹാഫിൽ യാസീൻ അഹമ്മദിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അൽ ഹാഫിൽ യാസീൻ അഹമ്മദിൻ്റെ പാഠം കേൾക്കുന്നതിനായി അഭിവന്ദ്യനായ ഉസ്താദ് അൽ ഹാഫിദ് അസ്സയ്യിദ് സുഹൈബ് കാസിമി അവറുകളെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. ما شاء الله تقبل الله. അൽ ഹാഫിൽ യാസീനെ ആദരിക്കുന്നതിനായി സുഹൈബ് ഉസ്താദെ ക്ഷണിക്കുന്നു. മാഷാ അല്ലാഹ്. ഹാഫിൽ യാസീൻ്റെ സഹോദരൻ ഹാഫിൽ ഹസീൻ കഴിഞ്ഞ വർഷം അലിഫ് സ്കൂളിൽ നിന്ന് ഹിഫ്ള് പൂർത്തീകരിച്ചിരുന്നു. മാഷാ അല്ലാഹ്. റബ്ബ് ഹാഫിളീങ്ങളായ കുടുംബത്തെ കബൂലാക്കുമാറാകട്ടെ. അടുത്തതായി ഹിഫ്ദുൽ ഖുർആൻ്റെ പൂർത്തീകരണത്തിനായി ജനാബ് അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ മകൻ അൽ ഹാഫിൽ അബ്ദുള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. ما شاء الله تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മകൻ അൽ ഹാഫിൽ അബ്ദുള്ളയെ സാക്ഷാണിയിക്കുന്നത് ബഹുവന്യനായ ഉസ്താദ് സുഹൈബ് കാസിമി അവറുകളാണ്. അടുത്തതായി ഹിഫ്ളുൽ ഖുർആൻ്റെ പൂർത്തീകരണത്തിനായി ജനാബ് ഷക്കീർ സാഹിബിൻ്റെയും അലിഫ് സ്കൂൾ നിസ്തുല സേവകയായ അക്കാഡമിക് കോർഡിനേറ്റർ ഷഹീന മാമിൻ്റെയും മകൻ
അൽ ഹാഫിൽ ഉമർ മുഖ്താറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين. وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. മാ ഷാ അല്ലാഹ് തഖബ്ബൽ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മകനെ ഉമർ മുഖ്താറിനെ ആദരിക്കുന്നതിനായി ഹിഫ്ദുൽ ഖുർആൻ്റെ സാക്ഷ അണിയിക്കുന്നതിനായി ബഹുമാന്യനായ ഉസ്താദ് അൽ ഹാഫിദ് അസ്-സയ്യിദ് സ്വൈബ് ഖാസിമി അവറുകൾ. അൽ ഹാഫിദ് ഉമർ മുഖ്താറിൻ്റെ സഹോദരൻ അൽ ഹാഫിദ് ഖാലിദ് മുഹമ്മദ് അലിഫ് സ്കൂളിലെ ആദ്യത്തെ ഹാഫിദാണ്. മാഷാ അല്ലാഹ്. റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബത്തെ കബൂലാക്കുമാറാകട്ടെ. ഹിഫ്ദുൽ ഖുർആൻ്റെ പൂർത്തീകരണത്തിനായി അലിഫ് സ്കൂളിലെ മുൻ ഉസ്താദ് അൽ ഹാഫിദ് നിസാമുദ്ദീൻ ഖാസിമി അവറുകളുടെ മകനും അക്കാഡമിക്സിനോടൊപ്പം കേവലം 1 വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ അലിഫ് സ്കൂളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹാഫിദ് അൽ ഹാഫിദ് മുആദ് അഹ്മദിനെ ക്ഷണിച്ചുകൊള്ളും. അൽ ഹാഫിദ് മുആദിൻ്റെ പാഠം കേൾക്കുന്നതിനായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ്റെ വെളിച്ചം പകർന്നു നൽകിയ അഭിമന്യനായ ഉസ്താദ് അൽ ഹാഫിദ് ഹയാത്തുദ്ദീൻ കാശിഫി അൽ ഖാസിമി അവറുകളെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين. وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. മാഷാ അല്ലാഹ് തഖബ്ബൽ അല്ലാഹ്. പ്രിയപ്പെട്ട മകനെ ആദരിക്കാനായി അൽ ഹാഫിദ് ഹയാത്തുദ്ദീൻ കാശിഫി അൽ ഖാസിമി അവറുകളെ ക്ഷണിക്കുന്നു.
തഖബ്ബലല്ലാഹ്. ഈ ആദരവ് ഒരാരംഭം മാത്രമാണ്. നാളെ ആഖിറത്തിൽ ഇതിനേക്കാൾ വലിയ ആദരവുകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖറവിയായ ഹാഫിദീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അടുത്തതായി ഹിഫ്ദുൽ ഖുർആൻ്റെ പൂർത്തീകരണത്തിനായി ജനാബ് സിദ്ദീഖ് അബൂബക്കർ സ്വാഹിബിൻ്റെ മകൻ അൽ ഹാഫിർ മുസാഫിറിനെ ക്ഷണിച്ചുകൊള്ളും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين. وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. മാഷാ അല്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിലെത്തിക്കുമാറാകട്ടെ. അൽ ഹാഫിദ് മുസാഫിറിനെ ആദരിക്കുന്നതിനായി അൽ ഉസ്താദ് അൽ ഹാഫിദ് ഹയാത്തുദ്ദീൻ കാശിഫി അൽ കാസ്മി അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി ഹിഫ്ദുൽ ഖുർആൻ പൂർത്തീകരണത്തിനായി അലിഫ് സ്കൂളിലെ മുൻ ഉസ്താദ് അൽ ഹാഫിദ് നിസാമുദ്ദീൻ കാസ്മി അവരുടെ മകൻ അൽ ഹാഫിദ് സഅദ് ഹുദൈഫയെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين. وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. ما شاء الله أحسنت يا بني تقبل الله. അൽ ഹാഫിദ് സഅദ് ഹുദൈഫയെ ആദരിക്കുന്നത് അൽ ഹാഫിദ് ഹയാത്തുദ്ദീൻ കാശിഫി അൽ ഖാസിമി ഉസ്താദാണ്.
സ്നേഹനിധികളായ മക്കളെ, പ്രിയപ്പെട്ട ഹാഫിളീങ്ങളായ മക്കളെ, ഇനി മുതൽ ഖുർആൻ നിത്യേന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ്. ഖുർആൻ ഹൃദയത്തിൻ്റെ വസന്തമാകണം, ജീവിത വിശുദ്ധിയുടെ ചാലകശക്തിയാകണം. ഖുർആൻ പാരായണത്തിന് അവസാനമില്ല, മരണം വന്നിട്ടല്ലാതെ. അതെ, നാം ഓതുകയാണ്. ആരംഭം മുതൽ വീണ്ടും സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാകാൻ നമുക്ക് ലയിച്ചു ചേരാം, ആത്മീയ സായുജ്യമടയാം. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. إن الذين كفروا سواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. صدق الله العظيم. ما شاء الله تقبل الله نعمة هذه الحفلة. എന്ത് മനോഹരമായ അത്യുന്നതമായ സരസ്, ആത്മീയ നിർവൃതിയുടെ സരസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഇതുപോലെ സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം അമ്പിയാക്കളോടൊപ്പം ഇരുന്ന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുവാനും അത് കേൾക്കുവാനും അത് ആനന്ദിക്കുവാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സന്താനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖറവിയായ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക പ്രബോധന സാമൂഹിക ജീവിതത്തിൽ സത്യസന്ധമായ വാക്കുകളും
പ്രിയമുള്ളവരെ, ഇസ്ലാമിക പ്രബോധന സാമൂഹിക ജീവിതത്തിൽ സത്യസന്ധമായ വാക്കുകളും ധാർമ്മികതയുള്ള പ്രവർത്തനങ്ങളും നിർണായകമായ പങ്കുവഹിക്കുകയും അത് വിശ്വാസ്യത നേടിത്തരുകയും ശാശ്വത സമാധാനത്തോടെ സ്വച്ഛന്തമായ മനോസുഖം സമ്മാനിക്കുകയും ചെയ്യുമെന്നുള്ളത് റബ്ബിൻ്റെ നടപടിയാണ്. പ്രത്യുത നടപടിയുടെ പ്രതീകമായ പ്രബോധകനും കരമന മുസ്ലിം ജമാഅത്തിൻ്റെ ആത്മീയ കാരണവരും ശ്രവണസുന്ദരമായ ഖുർആൻ പാരായണത്തിലൂടെ പ്രബോധന പാതയിൽ മിന്നിത്തിളങ്ങുന്ന പണ്ഡിത താരകവുമായ അൽ ഹാഫിൽ അമീനുദ്ദീൻ അമാനി ബഖവി അവറുകളെ സ്നേഹപൂർവ്വം ആദരപുരസ്സരം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون. بارك الله لنا ولكم بالقرآن العظيم. ആദരവ് നിറഞ്ഞ അലിഫ് സ്കൂളിൻ്റെ അമരക്കാരൻ പ്രിയപ്പെട്ട ഇംദാദ് സാഹിബ് അവറുകൾ, ചെന്നൈ ഇബ്നു സീന ട്രസ്റ്റിയായ വിദ്യാഭ്യാസ വിചക്ഷണനായ ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കൂടിയായ ഷിബ്ലി സാബ് അവറുകൾ, മണക്കാട് ഇക്കർ സ്ഥാപനങ്ങളുടെ അനിഷേധ്യനായ പ്രിൻസിപ്പൽ പ്രിയ സുഹൃത്ത് ഉബൈദുള്ള മൗലവി മനാരി അവറുകൾ, ഈ അലിഫ് സ്കൂളിൻ്റെ നെടും തൂണായി ധാരാളം ഹാഫിളീങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കുന്നതിന് കാരണക്കാരനായ പ്രിയ സുഹൃത്ത് അസയ്യിദ് സുഹൈബ് തങ്ങൾ അവറുകൾ, അതുപോലെ പ്രിയപ്പെട്ട യഹ്യ മൗലവി ഉൾപ്പെടുന്ന പേരെടുത്ത് പറയേണ്ട പ്രിയമുള്ള വിശിഷ്ട വ്യക്തികൾ, എന്നെ ശ്രവിക്കുന്ന രക്ഷിതാക്കൾ, പ്രിയ മക്കൾ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, സാധാരണ സ്കൂളുകളുടെ ആനുവൽ ഡേക്കും പരിപാടികൾക്കുമൊക്കെ സംബന്ധിക്കാൻ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ 2 മണി കഴിഞ്ഞാണ് ഇങ്ങോട്ട് കയറി വന്നത്. വളരെ സന്തോഷം തോന്നുന്ന ആത്മീയ അനുഭൂതി ലഭ്യമാകുന്ന ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, അലിഫ് ഡുവൽ എഡ്യൂക്കേഷൻ എന്ന പേരിൽ അറബി അക്ഷരങ്ങളുടെ ആദ്യത്തെ അക്ഷരമായ അലിഫ്, ആ അലിഫിൽ നിന്ന് തന്നെ വളരെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മഹത്തായ ദൗത്യ നിർവഹണവുമായി മുന്നോട്ട് ഗമിക്കുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലവും ഈ സംവിധാനത്തെ ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ അവർ ഉദ്ദേശിക്കുന്നത് അതിനും അപ്പുറത്തേക്കുള്ള വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപക്ഷെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഇത്തരമൊരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരുപാട് റിസ്കുകൾ, കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ, അള്ളാഹു അതിനെയൊക്കെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിക്കൊടുക്കുകയും നമ്മുടെ മക്കൾ ഇരു ലോകത്തും നമുക്ക് പ്രതീക്ഷയാകുന്ന അവസ്ഥയിലേക്ക് അലിഫിൻ്റെ മക്കളെയും നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മക്കളോട് നമ്മളൊന്ന് ചോദിക്കുകയാണ്, നമ്മൾ സ്വയം ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിപ്പിക്കുന്നത് എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ +2 അത് കഴിഞ്ഞിട്ട് ഡിഗ്രി തലങ്ങളിലേക്കും പഠിപ്പിക്കുന്നത് എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുമൊക്കെ പഠിപ്പിക്കപ്പെടുന്ന വ്യത്യസ്തമായ കോഴ്സുകളിൽ ചേർന്ന് നമ്മുടെ പ്രിയ മക്കളെ നമ്മൾ ഒരുപക്ഷെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കുന്നുണ്ട്,
MBBS കാരനാക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് MTechും MBBSും ഒക്കെ എടുക്കുന്ന നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്ന ഓരോ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു ഉത്തരം പറയാനുണ്ടാകും. തീർച്ചയായും ആ മക്കൾ അവർ നന്നായി പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം. ആ മക്കൾ നന്നായി പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം. അലച്ചിലില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, ദാരിദ്ര്യമറിയാതെ ആ മക്കൾ സുഭിക്ഷമായി ജീവിക്കണം. തീർച്ചയായും അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ കടന്നാൽ നമ്മൾ പറയും ആ മക്കൾ അറിവ് നേടണം, ആ അറിവ് കൊണ്ട് പ്രയോജനപ്പെടണം. പ്രിയമുള്ള രക്ഷിതാക്കളോട് അലിഫ് എന്ന് പറയുന്ന അറബി അക്ഷരത്തിൻ്റെ ആദ്യ അക്ഷരമാലയിൽ നിന്ന് തുടക്കം കുറിക്കുന്ന ഒരുപക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ അഭിപ്രായത്തിൽ, ഇബ്നു കസീർ റഹിമഹുമുള്ളാഹിയുടെ അഭിപ്രായത്തിൽ സ്വർഗത്തിൻ്റെ ലുഗത്തുൽ ജന്ന എന്ന് പരിചയപ്പെടുത്തിയ സ്വർഗത്തിൻ്റെ ഭാഷയായ അറബിയുടെ ആദ്യ അക്ഷരമായ അലിഫ്, ആ അലിഫിൽ തുടക്കം കുറിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് ഇതുപോലെ ഒരു ലക്ഷ്യത്തോടൊപ്പം മറ്റൊന്നുകൂടി ചേർത്ത് വെക്കാനുണ്ട് എന്ന് മനസ്സിലാകുന്നു. നമ്മൾ സാധാരണ മക്കളെ പഠിപ്പിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടൽ എന്നാണ് എങ്കിൽ അലിഫ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, ഇബ്നു സീന ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, മതസമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉമ്മത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ആ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഷോർട്ട് ടൈം എയിമല്ല നമുക്കുള്ളത്. ഒരു ഷോർട്ട് ടൈം എയിമല്ല നമുക്കുള്ളത്. ഒരു താൽക്കാലിക കാലഘട്ടത്തിൻ്റെ താൽക്കാലിക ലക്ഷ്യമല്ല നമുക്കുള്ളത്. നമുക്കുള്ളത് ഒരു ലോങ് ടൈം എയിമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നാളെ സ്വർഗത്തിൻ്റെ ഭാഷയാണ് എന്ന് പരിചയപ്പെടുത്തിയ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ആ സ്വർഗത്തിൻ്റെ ഭാഷയിലേക്ക് എത്തിക്കുന്ന, ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നമ്മുടെ തറവാട്ടിലേക്ക് എത്തിക്കുന്ന വിദ്യാഭ്യാസമാകണം മക്കൾക്ക് നൽകപ്പെടേണ്ടത് എന്ന വലിയൊരു ലക്ഷ്യമാണ് അലിഫ് ചേർത്ത് മുന്നോട്ട് വെക്കുന്നത്. അഥവാ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് ഈ താൽക്കാലികമായ ദുനിയാവിൻ്റെ ജോലിക്ക് വേണ്ടിയാണ് എങ്കിൽ കണ്ണടക്കുന്നത് മുതൽ ദുനിയാവ് അവസാനിക്കുന്നത് മുതൽ തുടർന്ന് നിൽക്കുന്ന നമ്മുടെ യഥാർത്ഥ തറവാടായ സ്വർഗത്തിൻ്റെ നിരന്തരമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടലാണ് നമ്മളിവിടെ കണ്ടത്. പ്രിയപ്പെട്ട 6 മക്കൾ വിശുദ്ധമായ ഖുർആനിൻ്റെ ആ വശ്യവചസ്സുകൾ, ആ രാഗസുധ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കേട്ടപ്പോൾ അവർണ്ണനീയമായ ആ വിശുദ്ധമായ ഖുർആനിൻ്റെ ഖിറാഅത്ത് കേട്ടപ്പോൾ തീർച്ചയായും നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ മനസ്സുകൾ പോകുന്നത്. ഈ മക്കൾ നമ്മുടെ തറവാടിൻ്റെ പ്രതീക്ഷയാണ്, അഥവാ നമ്മുടെ സ്വർഗത്തിൻ്റെ പ്രതീക്ഷയാണ്. ഈ മക്കൾ ദുനിയാവിൽ ജോലി നേടുക എന്നതിനപ്പുറം കാലാകാലമുള്ള നമ്മുടെ ആഖിറത്തിൽ ഇവരെ കൊണ്ട് ഖുർആൻ ഓദിക്കുകയും നാളെ ഇതുപോലെ പ്രൗഢമായൊരു സദസ്സ് നമ്മളിപ്പോൾ കാണുകയാണ് ഇവിടെ. ഒരുപക്ഷെ ഈ പ്രൗഢമായ സദസ്സൊന്നുമാകില്ല. ഖിയാമത്തിൻ്റെ ഭൂമികയിൽ പ്രൗഢമായൊരു സദസ്സിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഹാഫിളീങ്ങളെ കൊണ്ട് ഓദിക്കുമെന്ന് മുഹദ്ദിഥീങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ നീ പഠിച്ചതോത് പൊന്നുമോനെ എന്ന് പറയുമ്പോൾ ആ പൊന്നുമോൻ വിശുദ്ധമായ ഖുർആൻ ഹാഫിളായ പൊന്നുമോൻ അത് ഓതുമ്പോൾ നീ പഠിച്ചതനുസരിച്ച് വീണ്ടും വീണ്ടും ഓതാൻ ആവശ്യപ്പെടുകയും ആ പഠിച്ചതിനനുസരിച്ച് സ്വർഗത്തിൻ്റെ സ്ഥാനങ്ങളിലേക്ക് ആ പൊന്നുമോനെയും അതോടൊപ്പം മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള ഹദീസിൻ്റെ ആശയങ്ങളൊക്കെ ധാരാളം ആവർത്തിച്ച് കേൾക്കുന്നവരാണ് നമ്മൾ. തീർച്ചയായും ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മക്കളെ ഹിഫ്ള് പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ അലിഫ് എഡ്യൂക്കേഷൻ, ഡ്യുവൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ആശയധാരയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടതും താൽക്കാലികമായ ദുനിയാവിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ആ ഒരു ലക്ഷ്യത്തോടൊപ്പം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ആദ്യം പറഞ്ഞ ദുനിയാവിൻ്റെ നന്മകളോടൊപ്പം വഫിൽ ആഖിറതി ഹസന, നീണ്ടു നിൽക്കുന്ന യഥാർത്ഥ ജീവിതമായ സ്വർഗത്തിൻ്റെ ജീവിതത്തിലും ഈ മക്കൾ എന്നോടൊപ്പം ഉണ്ടാകണം, എൻ്റെ കുടുംബമാകണം. ഉമ്മയുടെ ഉദരത്തിൽ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് വളർത്തിയ ഈ പൊന്നുമോനെ നാളെ ആഖിറത്തിലും എനിക്ക് ചേർത്ത് വെക്കാൻ കഴിയണം. ആ മകൻ എൻ്റെ ചേർത്ത് വെക്കുന്ന ഒരു മകനാകണം എന്ന പ്രതീക്ഷയിലാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട എൻ്റെ മക്കളോട് പറയാനുള്ളത്, ആധുനിക തലമുറയോട് പറയാനുള്ളത്, ലണ്ടനിലെ സിറ്റി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ആർദൽ എഡിസൺ എന്ന് പറയുന്നൊരു വ്യക്തി. ആ മനുഷ്യൻ ഒരുപാട് പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയൊരു മനുഷ്യനാണ്. ഈ ആർദൽ എഡിസൺ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന മനുഷ്യൻ, ഗവേഷണ ബുദ്ധിയുള്ള മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം വരികയാണ്. ഇന്നും ശാസ്ത്രലോകത്തിന് പിടികിട്ടാത്ത സ്വപ്നം എന്താണ് എന്ന വലിയൊരു ചോദ്യം.
സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ശാസ്ത്രലോകത്തിന് താൽക്കാലികമായ ചില മറുപടികൾ പറയാനുണ്ടാകും. പക്ഷേ പൂർണ്ണമായും സംതൃപ്തികരമായ ഒരു മറുപടി ശാസ്ത്രലോകത്ത് നിന്ന് ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആർദൽ എലിസൺ എന്തു ചെയ്തു? സ്വപ്നത്തെക്കുറിച്ച് നന്നായി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കവേ ആർദൽ എലിസന് സൗദി അറേബ്യയിൽ നടന്ന ഒരു വേൾഡ് കോൺഫറൻസിലേക്ക് ക്ഷണം ലഭിച്ചു. പ്രിയപ്പെട്ട മക്കൾ കേൾക്കണം, ആർദൽ എലിസൺ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ മുസ്ലിമല്ല. അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചപ്പോൾ സൗദി അറേബ്യയിൽ നടക്കുന്ന ആ സദസ്സിലേക്ക് അദ്ദേഹം കടന്നു ചെന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഊഴമെത്തിയപ്പോൾ ശാസ്ത്രലോകത്ത് താൻ കണ്ടെത്തിയ, താൻ മനസ്സിലാക്കിയ സത്യങ്ങളൊക്കെ അദ്ദേഹം ഒന്നിനു പുറകെ ഒന്നായി അക്കമിട്ട് നിരത്തുമ്പോൾ അവസാനമായി അദ്ദേഹം പറഞ്ഞു, ഇന്നോളം എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാകാത്തൊരു സംഗതിയുണ്ട്. എന്താണ് ഉറക്കം? എന്താണ് ഉറക്കം? ആ ഉറക്കത്തിലെ സ്വപ്നം എന്താണ്? എനിക്ക് ഇന്നേ വരെ അത് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, സദസ്സിൽ നിന്ന് ഒരു സയൻറ്റിസ്റ്റായ മനുഷ്യൻ എഴുന്നേറ്റിട്ട് വിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്ത് യൂനുസിൻ്റെ ഒരു ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. എന്തായിരുന്നു ആ സൂക്തം? ആ സൂക്തം ആർദൽ എലിസൻ്റെ മനസ്സിൽ ഒരുപക്ഷെ ഒരു തരിപ്പായി, ഒരു ഹൃദയത്തിൻ്റെ മിടിപ്പായി അദ്ദേഹത്തിനെ ഗ്രസിച്ചിരുന്നുവെന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى. വിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആശയം കൂടി അദ്ദേഹം ചുരുക്കി വിവരിക്കുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ ആശയം? രക്ഷിതാവായ പടച്ചവനായ റബ്ബ്, അവനാണ് ആത്മാക്കളെ മരണത്തിൻ്റെ സമയത്ത് ഏറ്റുവാങ്ങുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്തും ആത്മാവിനെ അവൻ പിടികൂടി വെക്കുമെന്നും വിശുദ്ധമായ ഖുർആനിൻ്റെ സൂക്തം പാരായണം ചെയ്യുകയുണ്ടായി. ആർദൽ എലിസൺ എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റ്, ഈ ഗവേഷകൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഗവേഷണ ബുദ്ധിയിൽ നിന്ന് ചികഞ്ഞെടുത്ത ആ പഠനങ്ങൾ മുൻനിർത്തി അവിടെ നടന്ന കോൺഫറൻസ് അവസാനിക്കുന്നതിൻ്റെ അവസാന സമാപന സെക്ഷനിൽ അദ്ദേഹം കയറിയിട്ട് പറഞ്ഞത്, ഞാൻ ഈ ഖുർആനിൻ്റെ വക്താവായി മാറാൻ ആഗ്രഹിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നായിരുന്നു. അഥവാ ഖുർആനിൻ്റെ ഒരൊറ്റ ആയത്ത്, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ഞാൻ ദാഹിച്ച് നടക്കുന്നതിൻ്റെ ദാഹജലമായി എനിക്ക് മാറി എന്നുള്ളപ്പോൾ ഇനി എൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല എന്ന രീതിയിൽ ഇസ്ലാമിനെ പുലുകിയ ആർദൽ എലിസനെ പോലെയുള്ള ആളുകളെ ഖുർആൻ മനസ്സിലാക്കി കൊടുക്കാനുള്ള വലിയ ദൗത്യമാണ് അലിഫ് സ്കൂളിൽ പഠിക്കുന്ന മക്കളും ആ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന മാതാക്കൾ ഉൾക്കൊള്ളുന്ന, പിതാക്കന്മാർ ഉൾക്കൊള്ളുന്ന സമൂഹവും നിർവഹിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ഒരുപക്ഷെ നമ്മളിപ്പോൾ ഓതിക്കേട്ട ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ ചിലർ ഓതാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കുകയും വീടിൻ്റെ ഷെൽഫിൽ പൊടി പിടിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമായി മാറുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, പ്രശ്നപരിഹാരത്തിന് ഖുർആൻ മാർഗനിർദ്ദേശകമാകുന്നില്ല എങ്കിൽ തീർച്ചയായും ഖുർആനിൻ്റെ അഹ്ലുകാരെന്ന് പറയാൻ, ഖുർആനിൻ്റെ വക്താക്കളെന്ന് പറയാൻ നമ്മെപ്പറ്റി കഴിയൂലല്ലോ, നമ്മെപ്പറ്റി ഒരിക്കലും കഴിയൂല. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഒരു പുസ്തകം ഷെൽഫിൽ നിന്നെടുത്ത് നോക്കിയിട്ടാണ് വന്നത്. ദ ഖുർആൻ, ദ ബൈബിൾ ആൻഡ് സയൻസ് എന്ന് പറയുന്ന പുസ്തകം. 971 അത് രചിച്ചതാരെന്നറിയോ? അതൊരു ക്രിസ്ത്യാനിയായ മനുഷ്യനാണ് രചിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് മോറിസ് ബുക്കായി എന്നായിരുന്നു. പക്ഷേ ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ സർവ്വമതത്വങ്ങളെപ്പറ്റിയും പഠിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് അറബി ഭാഷ പഠിക്കണമെന്നൊരു പ്രത്യേക താല്പര്യമുണ്ടാവുകയുണ്ടായി. ബൈബിൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി അറബി ഭാഷ നന്നായിട്ടൊന്ന് പഠിക്കണമെന്ന്. അദ്ദേഹം അറബിയുടെ ഏറ്റവും നല്ല ഭാഷയുടെ നല്ല രീതിയിലുള്ള അകക്കാമ്പ് പഠിക്കുന്നതിന് വേണ്ടി യമനിലേക്ക് കടന്നുപോയി. കാരണം യമനികൾ സംസാരിക്കുന്നത് അൽ അറബിയുൽ ഫുസ്ഹയാണ്, ശുദ്ധമായ അറബി ഭാഷയാണ്. അദ്ദേഹം പിന്നീട് ഈജിപ്തിലേക്ക് പോയി. 50-ാമത്തെ വയസ്സിലാണ് മോറിസ് ബുക്കായി എന്ന പേരുള്ളൊരു മനുഷ്യൻ അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മുതിർന്ന ഉമ്മമാർ കേൾക്കണം, 50-ാമത്തെ വയസ്സിൽ ക്രിസ്ത്യാനിയായ മോറിസ് ബുക്കായി അറബി ഭാഷ പഠിക്കാൻ തുടങ്ങി. കേവലം നാളുകൾ കൊണ്ട് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് ഫ്രഞ്ച് സർക്കാരിൻ്റെ നിർദ്ദേശത്തോടുകൂടി ഈജിപ്തിൽ നിന്ന് വീണ്ടെടുത്ത ഈജിപ്തിലെ മമ്മികളിൽപ്പെട്ടൊരു മമ്മിയെ പറ്റിയിട്ട് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സംഘത്തിൻ്റെ തലവനായിരുന്നു മോറിസ് ബുക്കായി. ഈ സംഭവം നമുക്കൊക്കെ പരിചയമുള്ളതായിരിക്കും, സാന്ദർഭികമായി ഞാൻ ചുരുക്കി പറയുന്നു. ഒരുപക്ഷെ 1898 റാംസിസ് രണ്ടാമൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തിയപ്പോൾ, ആ 1898 കണ്ടെടുത്ത റാംസിസ് രണ്ടാമൻ്റെ ഡെഡ് ബോഡി, അതിനെപ്പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ ആ ഡെഡ് ബോഡിയെ ഒന്ന് കിട്ടണമെന്ന് ഫ്രഞ്ച് സർക്കാർ ആവശ്യപ്പെടുകയും
അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിശ്ചയിക്കുകയും അതിൻ്റെ തലവനായി മോറിസ് ബുക്കായിയെ നിർദ്ദേശിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിലാണ് വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അറബി ഭാഷ അതിൻ്റെ അകക്കാമ്പ് പഠിച്ചിട്ട് അദ്ദേഹം തയ്യാറായി നിൽക്കുന്ന സമയം. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ 100 ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ആശങ്കകളുണ്ട്. ഈ റാംസിസ് രണ്ടാമൻ്റെ ഡെഡ് ബോഡി കിട്ടിയപ്പോൾ അതിൽ ലവണാംശം കൂടുതലുണ്ട്. സാധാരണ മമ്മികളെ പോലെയല്ല, അതിൽ ചില പ്രത്യേകതകളുണ്ട്. മുങ്ങി മരിച്ചതാണ് എന്ന് പഠന റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങളുടെ റിപ്പോർട്ട് മുന്നിലുള്ള, ഒരുപാട് ചിന്തകളുള്ള, മനസ്സിൽ ഒരുപാട് സംശയങ്ങളുള്ള, ആശങ്കകൾ ഒരുപാടുള്ള ഈ മോറിസ് ബുക്കായി അവസാനം ഇതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ആർതർ അലിസനെ പോലെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ്. അന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പഠനത്തെ പറ്റിയിട്ട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു സൂക്തത്തെ പറ്റിയിട്ട് പരാമർശിക്കുന്നത് കേട്ടു. എന്തായിരുന്നു ആ സൂക്തം? വിശുദ്ധമായ ഖുർആനിൽ ഫിർഔനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കൂട്ടരും ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവകൽപ്പനയാൽ ചെങ്കടൽ പിടർന്ന് അപ്പുറം പോയി എന്ന ബൈബിളിൻ്റെ പരാമർശവും ഒരുപക്ഷെ ജൂതന്മാരിന്നും മനസ്സിലാക്കുന്ന അവരുടെ മതപുസ്തകങ്ങളിലുമൊക്കെ വ്യക്തമായി കാണാൻ കഴിയുന്ന ആ പരാമർശങ്ങളുടെ പിന്തുടർച്ചയായി വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്താണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്? ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസ് അൻ ആയാതിനാ ലഗാഫിലൂൻ. നിന്റെ ശരീരത്തെ പിൻഗാമികൾക്കൊരു ദൃഷ്ടാന്തമായി, കാഴ്ച വസ്തുവായി, പിന്നാലെ വരുന്ന ആളുകൾക്ക് പഠനത്തിന് കാരണമാകുന്ന ഒരു ബോഡിയായി സംരക്ഷിക്കുമെന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ സൂക്തം. ഈ സൂക്തം കേട്ടുടൻ ഈ മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് കടന്നു വന്നുവെന്നും നമ്മുടെ തൊട്ടുമുന്നിൽ 1908 മരണപ്പെട്ട മോറിസ് ബുക്കായിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ രണ്ട് അനുഭവങ്ങൾ പറഞ്ഞത്, ഈ 2 യാഥാർത്ഥ ചരിത്രം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് തീർച്ചയായും ഈ സമന്വയ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മക്കളും വേണ്ടപ്പെട്ട പ്രവർത്തകരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരുപക്ഷെ വിജ്ഞാനദാഹത്താൽ സംശയങ്ങൾ ഒരുപാട് പേറിക്കൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഒരു സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പ്രിയപ്പെട്ട ഉബൈദുല്ലാ മൗലവി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ പഴയ സംസാരങ്ങളൊക്കെ ശൈലികളൊക്കെ മാറ്റേണ്ട സാഹചര്യമായിട്ടുണ്ട്. ഉസ്താദുമാരുടെ ഒക്കെ പ്രഭാഷണത്തിൻ്റെ ശൈലിയൊക്കെ മാറ്റിപ്പിടിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ ആധുനിക സമൂഹത്തിൻ്റെ ദാഹത്തിന് അനുസരിച്ചുള്ള ദാഹം തീർക്കുന്ന ശമനികളായി നമ്മൾ മാറണം. സമൂഹം ഇന്ന് ഏതെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ മതനിരാസത്തിലേക്ക് കടന്നു പോകുന്ന, യുക്തിവാദ ലേബലിൽ അറിയപ്പെടുന്ന തീർത്തും മതവിരുദ്ധമായ ശക്തികളുടെ കൈകളിലേക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷണങ്ങളിൽ, നമ്മുടെ ചർച്ചകളിൽ അതിനുതകുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതുപോലെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യണമെന്ന് പറയുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമ്മൾ നന്നായി ശാസ്ത്രം പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ നന്നായി നമ്മൾ സയൻസ് പഠിപ്പിക്കണം. നമ്മൾ അധിവസിക്കുന്ന ഭൂമിയെ പറ്റിയിട്ട് പഠിപ്പിക്കണം. യഥാർത്ഥ നിലയിൽ ശാസ്ത്രം പഠിച്ചാൽ ഒരിക്കലും വിശുദ്ധമായ ഖുർആനിനെ തള്ളിപ്പറയാൻ ഒരു മക്കൾക്കും കഴിയൂല. യഥാർത്ഥ നിലയിൽ ശാസ്ത്രം പഠിച്ചാൽ, പഠിക്കേണ്ട നിലയിൽ പഠിച്ചാൽ ഒരു മക്കളും ഈ വിശുദ്ധമായ ഖുർആനിനെ തള്ളൂല. പ്രിയമുള്ള മക്കളോട് പറയുന്നു, ഭൂമിയെപ്പറ്റി നിങ്ങൾ ആഴത്തിൽ പഠിക്കണം. എന്താണ് ഭൂമിയെന്ന് നിങ്ങൾ പഠിക്കണം. ഈ ഭൂമിയുടെ വ്യാസം എത്രയെന്ന് നിങ്ങൾ പഠിക്കണം. ഈ ഭൂമിയുടെ ഉള്ളിലുള്ള ഓരോ അകക്കാമിനെ പറ്റിയിട്ടും നിങ്ങൾ പഠിക്കണം. സൂര്യനെ പറ്റി നിങ്ങൾ പഠിക്കണം. 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന നമ്മുടെ സൂര്യനെപ്പറ്റി നിങ്ങൾ പഠിക്കണം. ആ സൂര്യൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി, ന്യൂക്ലിയർ ഫ്യൂഷനെപ്പറ്റി നിങ്ങൾ പഠിക്കണം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കിയ സത്യങ്ങളിൽ എത്രത്തോളം ഖുർആനിൻ്റെ സൂചനകളുണ്ട് എന്ന് നമ്മൾ പഠിക്കണം. ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ ഇബ്നു സീന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആദരണീയ നേതൃത്വം, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ കടന്നു വന്നത് ഒരു 600 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ്. എൻ്റെ മക്കൾ ശരിക്കും മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് അദ്ദേഹം ട്രെയിനിൽ കയറിയാൽ ഇന്ന് ഒരു 7 മണിക്ക് ഇവിടെ എത്തുന്ന നിലയിലാണ് അദ്ദേഹത്തിന് യാത്ര സജ്ജീകരിക്കാൻ കഴിയുകയുള്ളൂ. അതല്ല, അദ്ദേഹം ഫ്ലൈറ്റിൽ വരുന്നുണ്ടോ എങ്കിൽ 2 മണിക്കൂർ എടുത്തിട്ടേ അദ്ദേഹത്തിനോട് യാത്ര ചെയ്തെത്താൻ കഴിയുകയുള്ളൂ. ഈ ഇത്രത്തോളം ദൂരമുണ്ടല്ലോ, 500 കിലോമീറ്റർ ദൂരം. 500 കിലോമീറ്റർ വലിപ്പമാണ് സൂര്യൻ്റെ ഏറ്റവും പുറത്തുള്ള പുറം പാളിക്ക്, ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന പാളിക്ക്.
ആ പാളിയിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, 500 കിലോമീറ്റർ ദൂരമുണ്ടതിന്, അതിന് മാത്രം. ആ പാളിക്കുള്ളിൽ 6 അറകളാണ് സൂര്യനുള്ളത്. അതിൻ്റെ ഏറ്റവും ഉള്ളിലെ അറയുണ്ടല്ലോ, കോറ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. ഒരുപക്ഷെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് പെട്ടെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാകും. കോറ് എന്ന് പറയുന്ന ഉള്ളിലെ അറ, അതിൻ്റെ ചൂടെന്തെന്നറിയോ? ആ കോറ് എന്ന് പറയുന്ന ഉള്ളിലെ ലെയറിൻ്റെ ചൂട് 1.5 അഥവാ 1.5 കോടി ഡിഗ്രി സെൽഷ്യസ് ആണ്. 1.5 കോടി ഡിഗ്രി സെൽഷ്യസ് ആണ് കോർ എന്ന് പറയുന്ന സൂര്യൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആ ഒരു ലെയറിൻ്റെ ആ ഒരു അകക്കാമ്പിൻ്റെ ചൂട്. ആ അകക്കാമ്പിലുണ്ടാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്ന 70 കോടി ടൺ ഹൈഡ്രജനെ 69.5 ടൺ ഹീലിയമാക്കി മാറ്റുന്ന പ്രവർത്തനം നടക്കുകയും അതിൻ്റെ ചൂട് പുറത്തേക്ക് വരുമ്പോൾ, ഈ പറയുന്ന 6 പാളികളും കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ, ഇവിടുന്ന് 15 കോടി കിലോമീറ്റർ അപ്പുറത്തേക്ക് സഞ്ചരിക്കേണ്ട ഒരു സഞ്ചാരി ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയാൽ ഇത്രത്തോളം ദൂരം മുകളിലേക്ക് സഞ്ചരിക്കേണ്ട സൂര്യൻ്റെ ചൂട് ഇന്ന് ഈ ഫെബ്രുവരി മാസമാകുമ്പോൾ പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. മക്കൾ ശരിക്കാലോചിക്കണം. ഈ സൂര്യനെ പറ്റി നമ്മൾ പഠിക്കണം. വിശുദ്ധമായ ഖുർആനിലൊരു അധ്യായം തന്നെ സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്തു ശംസ് ഉണ്ട്. സൂറത്തു യാസീനിൽ സൂര്യനെ പറ്റിയിട്ടും അതിൻ്റെ ഭ്രമണപഥത്തെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ എന്ന് പറയുന്ന ആയത്തിന് തഫ്സീറിൻ്റെ ഉലമാക്കൾ വിശദീകരിച്ചതെന്താണെന്ന് നമ്മൾ ആഴത്തിൽ പഠിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും ശാസ്ത്രം പഠിച്ചിട്ട് ഖുർആനിനെ പഠിച്ച് ഒരു നല്ല മുഅ്മിനായി മാറാൻ കഴിയണം. ഏതെങ്കിലും ഒരു സംസാരം കേട്ടിട്ട്, ഏതെങ്കിലും ഒരു പ്രഭാഷണം കേട്ടിട്ട്, ഏതെങ്കിലും ഒരു മതനിരാസവാദിയുടെ ഏതെങ്കിലും ജൽപ്പനങ്ങൾ കേട്ടിട്ട് അതാണ് യാഥാർത്ഥ്യവും സത്യവും എന്ന് പറഞ്ഞ് അതിൻ്റെ പിറകെ പോകുന്ന വിവരം കുറഞ്ഞ ആളുകളായി നമ്മൾ മാറരുത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ, ഈ സൂര്യൻ ഒരു അന്ത്യമുണ്ടാകുമെന്നാണ്. ഈ സൂര്യൻ അതിന് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട ഒരു അന്ത്യത്തിലേക്ക് സഞ്ചരിക്കുന്നുവെന്നാണ്. പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ സൂര്യൻ ചലിക്കുന്നുണ്ട്, ഭൂമി നിരന്തരമായി നിലനിൽക്കുന്നു എന്ന് വിശ്വസിച്ചു. കാലം മുന്നോട്ട് ഗമിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഭൂമിയാണ് സഞ്ചരിക്കുന്നത്, സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന്. പിന്നെയും ശാസ്ത്രം വളർന്നപ്പോൾ ലോകത്തിന് മനസ്സിലായി സൂര്യനും ചലിക്കുന്നുണ്ട്, ഭൂമിയും ചലിക്കുന്നുണ്ട്, സൗരയൂഥം മുഴുവനും ചലിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ കുല്ലും ഫീ ഫലഖി യസ്ബഹൂൻ എന്ന് പറയുന്ന ഏതാനും ചില അക്ഷരങ്ങൾ കൂട്ടുകൾ കൊണ്ട് അതിനെ കൃത്യമായി 1400 മുമ്പ് വർണ്ണിച്ചുവെങ്കിലും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് കുല്ലും ഫീ ഫലഖി യസ്ബഹൂനിൻ്റെ അർത്ഥം ശാസ്ത്രലോകത്തിന് മനസ്സിലായത്. സൗരയൂഥം സഞ്ചരിക്കുന്നുവെന്ന് ഭ്രമണപഥത്തെ പറ്റിയിട്ടൊക്കെ ഒരുപക്ഷെ ഇത്രത്തോളം മനസ്സിലാക്കുന്നതിന് മുമ്പും 1400 മുമ്പ് വിശുദ്ധമായ ഖുർആൻ അതിനെ കൃത്യമായി ലോകത്തിന് പറഞ്ഞു വെച്ചു. ഇന്നും ഖുർആനിൻ്റെ ചില ആയത്തുകൾ ശാസ്ത്രത്തിന് തിരിയാതെ ചില ആളുകൾ പരിഹസിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ശാസ്ത്രം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നൊരു സത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നൊരു നിഗമനമാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്നൊരു നിഗമനം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ വിശുദ്ധമായ ഖുർആനിൻ്റെ പൂർണ്ണമായ ആ ഒരു യാഥാർത്ഥ്യത്തെ, ഖുർആനിൻ്റെ സൂചനകൾ അന്വർത്ഥമാകുന്നത്, പൂർത്തിയാകുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട് പറയുന്നു, നിങ്ങൾ ശരിക്ക് ശാസ്ത്രീയമായ വിഷയങ്ങൾ പഠിക്കണം. നിങ്ങൾ സയൻസ് പഠിക്കണം, നിങ്ങൾ ഫിസിക്സ് പഠിക്കണം, നിങ്ങൾ കെമിസ്ട്രി പഠിക്കണം, നിങ്ങൾ അതുപോലെ തന്നെ ബയോളജി പഠിക്കണം, മനുഷ്യൻ്റെ ശരീരത്തെ പറ്റിയിട്ട് പഠിക്കണം. നാളെ ആഖിറത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് സൂര്യനെ പറ്റി ശാസ്ത്രലോകം പറയുന്നുണ്ട് 1100 കോടി വർഷമാണ് സൂര്യൻ്റെ ആയുസ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ സൂര്യന് നിലവിൽ 650 കോടി വർഷം വരെ ഹീലിയമാക്കി മാറ്റാനുള്ള ഹൈഡ്രജൻ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ 650 കോടി വർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 450 കോടി വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഈ സൂര്യൻ്റെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രവർത്തനം ഒന്ന് എണ്ണി നോക്കാൻ പോലും ആയുസ്സില്ലാത്ത നമ്മൾ 650 കോടിയോ 450 കോടിയോ അഥവാ സൂര്യൻ്റെ മുഴുവൻ ആയുസ് ശാസ്ത്രലോകം എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അത് 1100 കോടി വർഷം ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റാൻ കഴിയുന്ന ധാതു സമ്പത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കോടികളെ എണ്ണി തീർക്കാൻ പോലും ആയുസ് നൽകപ്പെടാത്ത മനുഷ്യൻ, വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഇതിനെല്ലാം ഒരവസാനമുണ്ടാകും, ഇതിനെല്ലാം ഒരവസാനമുണ്ടാകും. ആ അവസാനിക്കുന്ന നേരത്താണ് മഹ്ശർ എന്ന് പറയുന്ന ഭൂമിക. അവിടെയാണ് ഖുർആൻ പഠിച്ചൊരു മകനെ, ഖുർആൻ പഠിച്ചൊരു മകളെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മഹ്ശറിൻ്റെ ഭൂമികയിൽ നിർത്തിക്കൊണ്ട് ആ ഖുർആൻ ഓതാൻ വേണ്ടി പറയുകയും
ആ ഓതുന്നതിനനുസരിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിന് അള്ളാഹു സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട് പറയുന്നു, നമുക്ക് അള്ളാഹു നൽകിയ ഈ സൗഭാഗ്യമുണ്ടല്ലോ, തീർച്ചയായും ഈ സൗഭാഗ്യം അത് ഖുർആനിൻ്റെ സൗഭാഗ്യമാണ്. നമ്മുടെ തറവാട്ടിലേക്കുള്ള മടക്കത്തിനുള്ള എളുപ്പമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊരു വിഷയം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കുന്നത് നമ്മൾ സ്വർഗത്തിന് വേണ്ടി കരുതിക്കൂട്ടി നേർച്ച ചെയ്തുകൊണ്ടാണ് എങ്കിൽ നമ്മുടെ മക്കൾ സ്വർഗത്തിൻ്റെ അഹ്ലുകാരാകാൻ നമ്മൾ കൂടി തയ്യാറാകണം. ആ മക്കളെ ഒരുപക്ഷെ വേണ്ട രീതിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ, അഥവാ മകനെ ഹാഫിളാക്കാൻ തുനിഞ്ഞു, പക്ഷെ ഉമ്മ ജീവിക്കുന്നതോ ഈ ആത്മീയ വഴിയുമായി യാതൊരു ബന്ധവുമില്ലാതെ, വേഷത്തിലില്ലാതെ, വീട്ടിലെ അന്തരീക്ഷത്തിലില്ലാതെ, ചിന്തകളിലില്ലാതെ, പ്രവർത്തനങ്ങളില്ലാതെ, അത്തരമൊരു കുടുംബാന്തരീക്ഷത്തിലേക്ക് ഖുർആൻ കൊണ്ടുവെക്കരുത് എന്ന് ഞാൻ ഒറ്റവാക്കിൽ സൂചനയായി മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, അവർ ഹാഫിളീങ്ങളാകുമ്പോൾ, ഹാഫിളത്തുമാരാകുമ്പോൾ, നമ്മുടെ വീട്ടിലും അത് നിലനിർത്താനുള്ളൊരു ധാർമ്മിക അന്തരീക്ഷമുണ്ടാകണം. അല്ല എങ്കിൽ ആ ഖുർആൻ പെട്ടെന്ന് പോയി പോകും. ഒന്നുകൂടെ പറയട്ടെ, ഖുർആൻ വേഗത്തിൽ മനസ്സിൽ നിന്ന് പോകുന്ന ഒരു വലിയ തൗഫീഖാണ്. ഒട്ടകം കെട്ടിയിട്ടില്ല എങ്കിൽ എങ്ങനെ പോകുന്നുവോ അതുപോലെ പോകുമെന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. ആവർത്തിച്ച് ഖുർആനിൻ്റെ ദൗറ നടത്താൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ദൗറയെങ്കിലും നടത്താതെ മക്കളെ മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടരുത് എന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിൻ്റെ ഈ വലിയൊരു പ്രൗഢമായ സദസ്സിന് ഇവിടെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രിയപ്പെട്ട അണിയറ പ്രവർത്തകർക്ക് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞ് 2 മിനിറ്റ് കൂടി അധികം ഞാൻ എടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള രക്ഷിതാക്കളോടും പ്രിയമുള്ള മക്കളോടും ഒരു വിഷയം കൂടി അവസാനമായി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നാളെ ആഖിറത്തിൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നോളം നമ്മുടെ ദുനിയാവിൽ നമ്മൾ കാണുന്ന ഈ ശാസ്ത്രീയ സത്യങ്ങളൊക്കെ കൃത്യമായി പുലർന്ന വിശുദ്ധമായ ഖുർആൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നാളെ മഹ്ശർ ഉണ്ടാകും, ഖിയാമത്ത് നാളുണ്ടാകും, സ്വർഗമുണ്ടാകും, നരകമുണ്ടാകും. ആ നരകത്തിൽ ഖുർആനിനെ അവഗണിച്ചവർ, ഖുർആനിനെ നെഞ്ചോട് ചേർക്കാത്തവർ, അവർക്ക് ശിക്ഷയുണ്ടാകും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ മുഴുവൻ നരകത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടിൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, തഖബ്ബലല്ലാഹ്, ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. വളരെ ചിന്തനീയവും കാലിക പ്രസക്തിയുമുള്ള ഭാഷണം, വൈജ്ഞാനികതയുടെ അനന്തമായ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെട്ട പ്രഭാഷണം. ഉസ്താദിൻ്റെ നസീഹത്തിനെ റബ്ബ് കബൂലാക്കട്ടെ. റബ്ബിൻ്റെ തൃപ്തിയിൽ ആരോഗ്യത്തോടെ ദീനീ സേവനം ചെയ്യാൻ ഉദവി നൽകപ്പെടട്ടെ. അഭിവന്ദ്യനായ അതിഥി അൽ ഹാഫിൽ അമീനുദ്ദീൻ അമാനി ബാക്കവി അവറുകളെ ആദരിക്കാനായി അരിഫ് സ്കൂളിൻ്റെ കാര്യദർശി ജനാബ് ഇംതിയാസ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ആദരവ് ഏറ്റുവാക്കുന്നതിനായി അഭിവന്ദ്യനായ ഉസ്താദ് അമീനുദ്ദീൻ അമാനി ബാക്കവി അവറുകളെ ക്ഷണിക്കുന്നു. ഹിഫ്ദുൽ ഖുർആൻ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെയും പിതാക്കന്മാരെയും ആദരിക്കുന്ന വേളയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ ആദരവിനേക്കാൾ നാളെ ആഖിറത്തിൽ ഉയർന്ന ആദരവുകളും അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവ് നൽകാനായി ഹാഫിളീങ്ങളുടെ പിതാക്കന്മാരെ ആദരിക്കാൻ ജനാബ് ഇംതിയാസ് സാർ അവറുകളെയും ഹാഫിളീങ്ങൾക്ക് ഹിഫ്ള് മൊമൻറ്റോ തഫ്സീർ സമ്മാനിക്കുന്നതിന് അൽ ഹാഫിൽ അമീനുദ്ദീൻ അമാനി ബാക്കവി അവറുകളെയും ഹാഫിളീങ്ങൾക്കായി പ്രിയ രക്ഷകർത്താക്കളും അധ്യാപകരും സമ്മാനിക്കുന്ന ഉപഹാരം നൽകുന്നതിനായി ജനാബ് ഷിബിൻ സാറിനെയും ആദരവുകളോടെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഹാഫിൽ യാസീൻ അഹമ്മദിനെ ക്ഷണിക്കുന്നു. യാസീൻ അഹമ്മദിൻ്റെ പിതാവ് അൽ ഹാഫിൽ മുഹമ്മദ് നിസാർ ഖാസിമി അവരുകളെ ആദരപുരസ്സരം ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിനായി അൽ ഹാഫിൽ അബ്ദുള്ളയെ ക്ഷണിക്കുന്നു. والكون الواسع في قلبي دوما يغمرني صدري أحضنه أرضا وسماء
يا ربي قد نلت مناي وبختم كتابك أرقى وبختم كتابك أرقى بشراك يا حافظة القرآن حين تنالي من رب الرضوان ويقال لك ارقي أعلى جنان في يوم ആദരവേറ്റുവാക്കുന്നതിനായി അൽ ഹാഫിൽ അബ്ദുള്ളയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പിതാവ് ജനാബ് അബ്ദുൽ ഖാദർ സാഹിബിനെയും ക്ഷണിക്കുകയാണ്. تدفعني نحو العلي في صدري أحضنه أرضا وسماء يا ربي قد نلت مناي وبختم كتابك أرقى وبختم كتابك أرقى بشراك يا حافظة القرآن حين تنالي من رب الرضوان ويقال لك ارقي أعلى جنان في يوم تشخص فيه العينان. ആദരവേറ്റുവാകുന്നതിനായി അൽ ഹാഫിള ഐൻ മെഹറിനെ ക്ഷണിക്കുന്നു. പിതാവ് ഡോക്ടർ മുഹമ്മദ് റിയാസ് സാഹിബിനെ ക്ഷണിക്കുന്നു. تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد نلت مناي وبختم كتابك أرقى وبختم كتابك أرقى يا أهل ആദരവേറ്റുവാക്കുന്നതിനായി അൽ ഹാഫിള ഹാജറയെ ക്ഷണിക്കുന്നു. പിതാവ് ജനാബ് അബ്ദുൽ നാഫി സാഹിബിനെ ക്ഷണിക്കുന്നു. ആദരവേറ്റുവാകുന്നതിനായി അൽ ഹാഫിള ഹാജറയെ ക്ഷണിക്കുന്നു. പിതാവ് ജനാബ് അബ്ദുൽ നാഫി സാഹിബിനെ ക്ഷണിക്കുന്നു. وبختم كتابك أرقى وبختم كتابك أرقى بشراك يا حافظة القرآن حين تنالي من رب الرضوان ويقال لك ارقي أعلى ആദരവേറ്റുവാങ്ങുന്നതിനായി അൽ ഹാഫിൾ ഉമർ മുഖ്താറിനെ ക്ഷണിക്കുന്നു. പിതാവ് ഷക്കീർ സാഹിബിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد نلت مناي وبختم كتابك أرقى وبختم كتابك أرقى بشراك يا حافظة القرآن حين تنالي من رب الرضوان ويقال لك ارقي أعلى جنان في يوم تشخص فيه ആദരവേറ്റുവാങ്ങുന്നതിനായി അൽ ഹാഫിൽ മുആദ് അഹമ്മദിനെ ക്ഷണിക്കുന്നു. അൽ ഹാഫിൽ മുആദ് അഹമ്മദിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ ജനാബ് അബ്ദുൽ വഹാബ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളും.
تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي وفق من جاءك يسعى وفق من جاءك يسعى وفق من جاءك يسعى دوما يغمرني من فيض ضياء آيات المولى تدفعني نحو العليا والكون ആദരവേറ്റുവാങ്ങുന്നതിനായി അൽ ഹാഫിൽ മുഹമ്മദ് മുസാഫിറിനെ ക്ഷണിക്കുന്നു. പിതാവ് ജനാബ് സിദ്ദീഖ് അബൂബക്കർ സാഹിബിനെയും ക്ഷണിച്ചുകൊള്ളും. تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد نلت منايا وبختم كتابك أرقى وبختم كتابك أرقى بشراك يا حافظة القرآن حين تنالي من رب الرضا. ആദരവേറ്റുവാങ്ങുന്നതായി അൽ ഹാഫിദ് സഅദ് ഹുദൈഫയെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവിൻ്റെ ജ്യേഷ്ഠൻ ജനാബ് അബ്ദുൽ വഹാബ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളും. تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد نلت منايا وبختم كتابك أرقى وبختم كتابك أرقى بشراك يا حافظة القرآن. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉസ്താദുമാർ നിർദ്ദേശിച്ച പാഠഭാഗങ്ങളും അതിൽ കൂടുതലും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ്. അതിനായി അക്കാഡമിക്സിനോടൊപ്പം 9 മാസം കൊണ്ട് 20 ജുസ് പൂർത്തിയാക്കിയ അൽ ഹാഫിദ് മുആദിനെയും അൽ ഹാഫിദ് മുസാഫിറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. 6 മാസം കൊണ്ട് 16 ജുസ് പൂർത്തിയാക്കിയ ഐൻ മെഹറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകുന്നതിനായി അൽ ഉസ്വ കോർഡിനേറ്റർ ഹസൻ മൗലവി അൽ ഖാസിമി അവറുകളെ ക്ഷണിക്കുന്നു. മാഷാ അല്ലാഹ് തഖബ്ബലല്ലാഹു ജുഹൂദക്കും. ഈ മക്കളെയെല്ലാം ഹിഫ്ള് പഠനത്തിൽ വഴികാട്ടിയായ പ്രിയപ്പെട്ട അഭിവന്യരായ ഉസ്താദുമാരെ ആദരിക്കുന്ന വേളയാണിത്. അലിഫ് സ്കൂൾ ഹിഫ്ള് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്ററായി സേവനം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ സേവനപാതയിലെ നിഷ്കളങ്ക സേവകൻ അൽ ഹാഫിൽ അസ്-സയ്യിദ് സുഹൈബ് ഖാസിമിയെ ആദരിക്കാനായി അൽ ഹാഫിൽ അമീനുദ്ദീൻ അമാനി ബാഖവി അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. മാഷാ അല്ലാഹ് തഖബ്ബലല്ലാഹ്. അടുത്തതായി അലിഫ് സ്കൂൾ ഹിഫ്ള് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉസ്താദായി സേവനം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ പ്രബോധന വീതിയിൽ തിളങ്ങുന്ന ഉദയസൂര്യൻ അൽ ഹാഫിൽ ഹയാത്തുദ്ദീൻ കാശിഫി അൽ ഖാസിമി അവറുകളെ ആദരിക്കാൻ ഷിബിൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവേറ്റുവാങ്ങാൻ ഹയാത്ത് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാഷാ അല്ലാഹ് തഖബ്ബലല്ലാഹ്. നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള അഭിമന്യനായ ഉസ്താദ് അലിഫ് സ്കൂൾ ഹിഫ്ളുൽ ഖുർആൻ ഡിപ്പാർട്ട്മെൻറ്റ് വ്യവസ്ഥാപിതമാക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നടത്തിയ അലിഫ് സ്കൂൾ ഹിഫ്ളുൽ ഖുർആൻ മുൻ കോർഡിനേറ്ററും ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡ് തിരുവനന്തപുരം കൺവീനറും
മണക്കാട് ഇഖ്റ ഇസ്ലാം അക്കാഡമി മേധാവിയുമായ ഉസ്താദ് അൽ ഹാഫിൽ ഉബൈദുള്ള മനാരി അൽ ഖാസിമി അവറുകളെ ആദരിക്കാനായി അലിഫ് സ്കൂൾ കാര്യകർത്താവ് ജനാബ് ഇംതിയാസ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി അൽ ഉസ്താദ് ഉബൈദുള്ള മനാരി അൽ ഖാസിമി അവറുകളെ ക്ഷണിച്ചു കൊള്ളുന്നു. മാഷാ അല്ലാഹ്, തഖബ്ബലല്ലാഹ്. അതോടൊപ്പം നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള അഭിവന്യനായ ഉസ്താദ് അലിഫ് സ്കൂളിൽ ഹിഫ്ളുൽ ഖുർആൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആദ്യത്തെ ഉസ്താദും വിദ്യാർത്ഥികളുടെ ഇൽമി അമലി പുരോഗതിക്കായി വ്യവസ്ഥാപിത പ്രായോഗിക സംവിധാനങ്ങൾക്ക് നാന്ദി കുറിച്ച ബഹുവന്യനായ വ്യക്തിത്വം അൽ ഹാഫിൽ നൗഫൽ ഹസനിയെ ആദരിക്കാനായി അലിഫ് സ്കൂളിൻ്റെ അഭിവാജ്യ ഘടകം ഇംതിയാസ് സാർ അവറുകളെ ക്ഷണിച്ചു കൊള്ളുന്നു. ആദരവേറ്റുവാങ്ങുന്നതിനായി നൗഫൽ ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു. മാഷാ അല്ലാഹ്, തഖബ്ബലല്ലാഹ്. അനന്തപുരിയുടെ അന്തസ്സും അഭിമാനവുമായ മസ്ജിദാണ് ഭീമാപ്പള്ളി ജുമുഅ മസ്ജിദ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അലിഫ് സ്കൂളിൻ്റെ 26 മക്കൾ ഹിഫ്ള് പൂർത്തീകരിച്ചതിന് സാക്ഷിയായത് ഭീമാപ്പള്ളി ജുമുഅ മസ്ജിദിന് കീഴിലുള്ള BM കൺവെൻഷൻ സെൻ്ററാണ്. ഇന്നത്തെ അനുഗ്രഹീതമായ പരിപാടിയിൽ ഭീമാപ്പള്ളി ജുമുഅ മസ്ജിദ് പരിപാലന സമിതി പ്രതിനിധികളുടെ സാന്നിധ്യം തീർച്ചയായും നമ്മയെല്ലാം ഹർഷപുളകിതരാക്കുന്നു. ആദരണീയരായ മഹത് വ്യക്തികളെ ആദരിക്കുന്നതിനായി അലിഫ് സ്കൂളിലെ ചാലകശക്തിയായ ജനാബ് ഇംതിയാസ് സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഭീമാപ്പള്ളി ജുമാ മസ്ജിദ് പരിപാലന സമിതി പ്രസിഡന്റ് MP അബ്ദുൽ അസീസ് സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു. തഖബ്ബലല്ലാഹ്. അനുഗ്രഹദാതാവായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് നന്ദിയുള്ളവർ ആകേണ്ടവരാണ് നാം. നന്ദിയുള്ള മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കപ്പെടുമെന്നുള്ളത് ഖുർആനിൻ്റെ വാഗ്ദാനമാണ്. പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് പൂർത്തീകരണ സദസ്സിൻ്റെ സമാപന വേളയിൽ ഏവർക്കും കൃതജ്ഞത അരുളാനും ദുആ കൊണ്ട് ഭക്തി നിർഭരമാക്കാനും അലിഫ് സ്കൂൾ അൽ ഉസ്ഫ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ ഹസൻ മൗലവി അൽ ഖാസിമി അവറുകളെ ആദരപുരസ്സരം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഖതമുൽ ഖുർആൻ്റെ മജ്ലിസിലാണ് നമ്മളുള്ളത്. ദുആയ്ക്ക് പ്രത്യേകമായ ഇജാബത്ത് ഉള്ള ഒരു മജ്ലിസാണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ലൊരു ദുആയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ ഖതമുൽ ഖുർആൻ എന്ന് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് റമദാനുമായിട്ട് ബന്ധപ്പെട്ട് തറവാവി നമസ്കാരത്തിലാണ് നമ്മൾ കേട്ടിരുന്നത്. പിന്നെ നമ്മൾ ഖതമുൽ ഖുർആൻ എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അൽ ഫിത്ര സ്കൂളിനെ കുറിച്ചാണ്. വലിയ സേവനം ചെയ്യുന്ന ഒരു ടീമാണ് അൽ ഫിത്ര സ്കൂൾ. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ ഖുർആൻ കണ്ട് ഖതമ് തീർക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഖതമിന് ഒരു പ്രത്യേകത ഉണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ ഹർഫുകളും സ്വന്തം ഹൃദയത്തിലേക്കാണ് അവർ പകർത്തിയത്. അവർ മനപ്പാടമാക്കി. അൽഹംദുലില്ലാ, അതിൻ്റെ ഖത്തുമാണ് നമ്മളിവിടെ കഴിഞ്ഞു പോയത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ മുഴുവൻ കുഞ്ഞുങ്ങളും നമ്മളെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ തീരുമാനമാണ് 10 ഖത്തും ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി അവർ ഉസ്താദിൻ്റെ അടുക്കൽ ഓതിയതിന് ശേഷം ഒരു ഖത്തം ഒറ്റ ഇരുത്തത്തിൽ അൽഹംദുലില്ലാ 15 മണിക്കൂർ കൊണ്ട് ഓതിയ 2-3 മക്കൾ അൽഹംദുലില്ലാ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ അവർക്ക് സനത് കൊടുത്തു. അതേ രീതിയിൽ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലും ആ ഒരു തർത്തീബ് ഉണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, ഈ അലിഫ് സ്കൂൾ അലിഫ് ടീം നമ്മളെല്ലാം ഒന്നാണ്. ഒരിക്കലും ഈ അലിഫ് സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അലിഫ് സ്കൂൾ ആവുകയില്ല. കുട്ടികൾ മാത്രം ചേർന്നത് അലിഫ് സ്കൂൾ ആവുകയില്ല. നമ്മളെ എല്ലാം പേരൻസ് ഉൾപ്പെടെ എല്ലാം ഒരുമിച്ചാണ് അലിഫ് സ്കൂൾ ടീം. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളോട് തുറന്ന് പങ്കുവെക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ മക്കൾക്ക് കൂടുതൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ ആയത്തിലേക്ക് ബഹുമാനമായ ഉസ്താദ് പറഞ്ഞതുപോലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാൻ കഴിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെടുത്തൊരു തീരുമാനമാണ്, എല്ലാ കുട്ടികളും ഇൻഷാ അല്ലാഹ് 7ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പായി തന്നെ അവർ പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായും ഹൃദയസ്ഥമാക്കി അതേപോലെ 10 ഖത്തുമ കഴിഞ്ഞ് അവർക്ക് സനദ് നേടി കഴിയുന്ന ഒരവസ്ഥ സംജാതമാകണം. അപ്പോൾ അതിനുവേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിച്ചപ്പോഴാണ് അൽ ഉസ്സ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ മുമ്പിലേക്ക് വന്നത്.
അൽഹംദുലില്ലാ അല്ലുസ്സയുടെ മാറ്റങ്ങൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏകദേശം ഒരു 6 മാസങ്ങൾ കൊണ്ട് തന്നെ ഈ അൽ-ഉസ്സ എന്നൊരു കിതാബ് നമ്മൾ എടുത്ത് 1 വർഷമാവുന്നതേ ഉള്ളൂ. ഏകദേശം 30-ൽ മുകളിൽ കുട്ടികൾ അൽഹംദുലില്ലാ ഖുർആൻ്റെ നാദറ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2-ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഡയറക്റ്റ് ഹിഫിലേക്ക് കയറുവാനും 7-ാം ക്ലാസ്സിനുള്ളിൽ അവർക്ക് ഇതെല്ലാം പൂർത്തിയാക്കി പിന്നെ നമ്മൾ അലീഫ കോഴ്സ് പോലുള്ള കോഴ്സുകൾ പങ്കെടുത്ത് ഖുർആൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥമായ ഖുർആനിൻ്റെ ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അൽഹംദുലില്ലാ നമ്മൾ ഈ അൽ-ഉസ്സ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് pre-KG മുതലാണ്. അപ്പോൾ pre-KGയിലാണ് അവർ അക്ഷരങ്ങൾ പഠിക്കുന്നത്. LKGയിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ പിന്നെ കൂട്ടക്ഷരങ്ങളിലേക്ക് വരും. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ നിലവിലുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് ഫില്ലാണ്. പുറമെ നിന്ന് അഡ്മിഷൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അടുത്ത വർഷത്തേക്കുള്ള pre-KGയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഫില്ലായി കഴിഞ്ഞു. 2ാമത്തെ ക്ലാസ് ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം ക്ലാസ്സിൽ നമുക്ക് അഡ്മിഷൻ ഇല്ല, 2-ൽ അഡ്മിഷൻ ഇല്ല, 3-ൽ അഡ്മിഷൻ ഇല്ല, 4-ാം ക്ലാസ്സിൽ അഡ്മിഷൻ ഇല്ല, 5-ാം ക്ലാസ്സിൽ 3 സീറ്റ് അല്ലെങ്കിൽ 6-ാം ക്ലാസ്സിൽ അങ്ങനെയുള്ള സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകമായി അറിയിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിനി വരും വർഷങ്ങളിൽ നമുക്ക് ഈ താഴെ നിന്ന് വരുന്ന മക്കൾ ഒരു ബേസിക് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ ഇവിടെ പ്രത്യേകമായി നമ്മുടെ ഇവിടുത്തെ ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നത് സാധാരണ ഖുർആൻ ഓതി നാദറ പൂർത്തിയാക്കലല്ല, മറിച്ച് ഈ കുട്ടികളുടെ ഓരോ ലഫ്ലുകളും കറക്റ്റ് ചെയ്ത് ഒരു ഹിഫ്ളുൽ ഖുർആന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഒരു വിഷമമുണ്ടാകാൻ വേണ്ടിയല്ല, നമുക്ക് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ താഴെയുള്ള ക്ലാസ്സുകളിലൊഴികെ നമുക്കൊരു പക്ഷേ അഡ്മിഷൻ നമുക്ക് പല ആൾക്കാരും നമ്മൾ എല്ലാം ഒരു ടീമാണ്, പക്ഷേ നമ്മളോട് നേരിട്ട് ഒന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അഡ്മിഷൻ ഇല്ലാത്ത എന്തൊരു വിഷമം, തരാൻ കഴിയാത്ത എന്തൊരു വിഷമാവസ്ഥ പല സന്ദർഭങ്ങളിൽ മാനേജ്മെൻറ്റ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ ഇനിയും കൂടുതൽ മുന്നോട്ട് വരാൻ ഒരു അലിഫ് പോരാ, നമ്മുടെ സമൂഹത്തിന് ഒരുപാട് അലിഫുകൾ വേണം. ഒരുപാട് മക്കൾക്ക് ഇന്നെന്താണ്, നമ്മുടെ മക്കൾക്ക് ധാരാളം കഴിവും ബുദ്ധി സാമർഥ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു കുത്തിയും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. ഓരോ കുട്ടികൾക്കും കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്തലാണ് ഒരു യഥാർത്ഥ രക്ഷകർത്താവിൻ്റെ ഒരു അധ്യാപകൻ്റെ മിടുക്ക്. അതിനുള്ള ഒരുപാട് മാധ്യമങ്ങൾ, ഒരുപാട് സയൻറ്റിഫിക് മെത്തേഡുകൾ ഇന്ന് സമൂഹത്തിന് മുമ്പ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഞാൻ ചെയ്തൊരു മൈൻഡ് മെട്രിക്സ് എന്ന് പറയുന്നൊരു കോഴ്സ്, നമ്മുടെ ബ്രെയിനിന് 10 ലോബുണ്ട്. ഈ 10 ലോബുമായിട്ട് നമ്മുടെ ഈ 10 ഫിംഗേഴ്സിന് ബന്ധമുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഒരു പഠനം, ആ പഠനത്തിൽ നിന്ന് നമുക്ക് ആ കുട്ടിയുടെ ഏകദേശം എല്ലാം ആ കുട്ടിയുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ കഴിയും. ആ കുട്ടിയുടെ സ്റ്റഡി മെത്തേഡ് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം മനസ്സിലാക്കി ആ കുട്ടിക്ക് ഏത് മേഖലയിലേക്ക് ആ കുട്ടിയെ തിരിച്ചു വിട്ടാൽ നമുക്ക് ആ കുട്ടിയെ വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന രീതിയിൽ ഒരുപാട് രീതിയിലുള്ള പഠനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ യഥാർത്ഥമായ നല്ലൊരു രക്ഷകർത്താവായി നമ്മുടെ കുട്ടിയുടെ യഥാർത്ഥമായി അവരെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ അവന് അനുയോജ്യമായ ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അലിഫ് സ്കൂൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ നിങ്ങൾ ആലോചിക്കുകയാണ്, കൂടുതൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല പൂർണ്ണമായും കബൂലാക്കുമാറാകട്ടെ. ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എവിടെയും ദ്വായും അതേപോലെ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ മേൽ അർപ്പിതമായിരിക്കുന്ന കടമ ഈ മഹനീയമായ സദസ്സിന് നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. ആദ്യമായി ഈ പരിശുദ്ധമായ മജ്ലിസിനെ ഖുർആൻ്റെ മനോഹരമായ വചനങ്ങൾ കൊണ്ട് അലങ്കരിച്ച പൊന്നുമോൻ ഹാഷിറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തആല പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഖുവത്തുള്ള ഹാഫിളും ആലിം ദായിയും ലോകത്തിൻ്റെ ധാരാളം ആളുകളുടെ ഹിദായത്തിന് കാരണക്കാരനുമായി കബൂലാക്കുമാറാകട്ടെ. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിച്ചേരുന്ന എലൈറ്റ് ഗ്ലോബൽ സ്കൂൾ ചെന്നൈ ബഹുമാനൻ്റെ ഷിബിൻ സാർ അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശേഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന കരമന ജുമാ മസ്ജിദ് ഇമാം അമീറുദ്ദീൻ ബാക്കവി അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേ രീതിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇക്ര അക്കാഡമി പ്രിൻസിപ്പാൾ അൽ ഹാഫിസ് ഉബൈദുള്ള മൗലവി അവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ അലിഫ് മദ്രസ പ്രധാന അധ്യാപകൻ നൗഫൽ മൗലവിക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് അലിഫ് ടീം എത്രയോ മാസങ്ങൾ കൊണ്ട് അവരുടെ അധ്വാനമാണ്,
നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യമാണ്. ഓരോ ഉസ്താദന്മാരും ഓരോ മാനേജ്മെൻറ്റ് സ്റ്റാഫുകളും ഓരോ അഡ്മിൻ ടീമുകളും ഓരോ കെയർടേക്കേഴ്സും ടീച്ചേഴ്സും ഇന്നലെ പോലെ ഏകദേശം ഉസ്താദന്മാർ നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 വരെ ഉസ്താദന്മാരും അതേപോലെ അഡ്മിൻ ടീമും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വലിയൊരു അധ്വാനമാണ്. ഈ അധ്വാനങ്ങളൊന്നും അള്ളാഹു താല പഴാക്കാതിരിക്കുമാറാട്ടെ. ഉറപ്പാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും നമുക്ക് ലക്ഷ്യമില്ല. അള്ളാഹു നമ്മളെ നിയത്തുകളെ നന്നാക്കി തരുമാറാകട്ടെ. ഇനിയും കൂടുതൽ നന്മകളിലേക്ക് എല്ലാവരുടെയും കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വഹിക്കാൻ അള്ളാഹു തൗഫീഖിൻ്റെ കവാടം തുറന്നു മാറുമാറാകട്ടെ എന്ന വാക്കോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ദുആയോട് കൂടി നമ്മളെ മജ്ലിസ് പിരിയാം ഇൻഷാ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد اللهم وأنزله المقعد المقرب عندك يوم القيامة طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമർറാഹിമീനായ അല്ലാഹുവേ, കരുണയുള്ള പടച്ചവനെ, ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ മജ്ലിസിനെ പരിപൂർണമായി നീ കബൂലാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ എന്തെല്ലാം നിൻ്റെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തോ അതെല്ലാം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉടനീളം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഈ പൊന്നുമക്കളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ ദൂരത്തു നിന്നും വന്ന അതിഥികളെ നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ സുഹൃത്തുക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളെ മക്കളെ ഉഖറവീങ്ങളായ ഹാഫിളീങ്ങളുടെയും ആലിമീങ്ങളുടെയും കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും അല്ലാഹുവേ നീ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹുവേ. ഇതിലുപരിയായി ഇവിടെ നമ്മൾ സന്തോഷിച്ചതുപോലെ അല്ലാഹുവേ ഞങ്ങളുടെ മരണത്തിൻ്റെ അവസ്ഥ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥയാക്കി തരണേ അല്ലാഹുവേ. അല്ലാഹുവേ സന്തോഷത്തിൻ്റെ അവസ്ഥയാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതങ്ങൾ തിരുത്താനും അല്ലാഹുവേ ജീവിതം ശരിയാക്കാനും നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. നാളെ അവസാനം അല്ലാഹുവേ നിൻ്റെ ലിഖാ കണ്ട് ആനന്ദിച്ച് അല്ലാഹുവേ നിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവേ നമ്മളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാ. യാ അല്ലാ നീ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ബിസ്മില്ലാഹി തവക്കൽനാ അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. اللهم لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. آمين برحمتك يا أرحم الراحمين. وصل على النبي محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. മാഷാ അല്ലാഹ്, ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ആനുവൽ ഡേ സെലിബ്രേഷനും അതുപോലെ തന്നെ താലീഫിൻ്റെ മജ്ലിസും അവസാനിച്ചിരിക്കുകയാണ്.